പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ Praise the നാമത്തിൽ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുകയാണ്. എൽബദലിന്റെ ഈ ആനുവൽ ഫാസ്റ്റിംഗ് പ്രയറിൽ എനിക്ക് വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചു പ്രിയ കർത്താവിന്റെ ദാസൻ, എന്റെ സ്നേഹിതനാകുന്ന ക്രിസ്റ്റീൻ തോമസിനായി തന്റെ കുടുംബത്തിനായി സ്തോത്രം. കടന്ന് വർഷിപ്പ് ചെയ്ത പ്രിയ കുടുംബത്തിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വേഗം യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനത്തെ സ്നേഹത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. സ്വത്തുടർമാനമായ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാസ പ്രാർത്ഥന വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് ഒക്കെ ഞാൻ അല്പസമയങ്ങളിലേക്ക് ജോയിൻ ചെയ്തെങ്കിലും അധിക സമയം ഇരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്കിലും സ്തോത്രം, ഈ സമയം നിങ്ങളോടൊപ്പം ചില മിനിറ്റുകൾ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. നമ്മുടെ ലൈഫിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. വചനം പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അതെന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയപ്പെടുന്ന ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുകയും ആഴമേറിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്, ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു ആത്മമണ്ഡലം ഇതിനകത്ത് തുറക്കേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. റമന ഹദുരി ബിഗുടയ ഹദൽ മൗഷസി അന്തര അർമന ജഗൽ ഘൗഷസി അന്തൽ പ്രൗഢമാനഘടക സഥുരി അധരമനഘടകസി അന്ധര വൈശസ്മാനി അന്ധര പ്രവാദന ഘടകസി അർത്ഥൽ ഘൗഷസി അന്തരേ ജഗൽ പ്രൗഢജാനഘട. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ അടുത്ത് വരികയാണ്. ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ സാന്നിധ്യത്തെ അധികമായി പകരണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അവിടുത്തെ വിടുതലിന്റെ കരം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരണം. കർത്താവെ, ഞങ്ങൾ ഇരിക്കുന്ന ഇടത്ത് കർത്താവെ, അതേ ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥരായിരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൈകൂർക്കുമ്പോൾ ശക്തമായ ഒരു ആത്മമണ്ഡലം വെളിപ്പെടുത്തണമേ. അവിടുത്തെ ശക്തി ശരീരങ്ങളിലേക്ക് വ്യാപരിച്ചിറങ്ങണമേ കർത്താവെ. മുഖങ്ങളെ, കെട്ടുപാടുകളെ അഴിച്ചുകൊണ്ട്, രോഗബന്ധനങ്ങളെ തകർത്തുകൊണ്ട് കർത്താവേ, അതേ സ്തോത്രം, ആത്മീക പരിമിതികളെ പൊട്ടിച്ചുകൊണ്ട് അടുത്ത തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തെ പിടിച്ചു കയറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാ. അപ്പോൾ തന്നെ രോഗികളായിരിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കണം. ഇന്ന് പറയപ്പെട്ട രോഗികളെ കർത്താവെ, പ്രാർത്ഥിക്കപ്പെട്ട രോഗികളെ ദൈവം കർത്താവെ, അവരെവിടെ കിടക്കുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ ദൈവം അത്ഭുതകരമായി സുഖമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഒരു ആത്മശക്തി അവരുടെ മേൽ പുറപ്പെട്ടു പോകട്ടെ. ആമേൻ. ഈ വചനം എവിടെ നിന്ന് ശ്രദ്ധിക്കുന്ന അവരുടെ മേൽ എല്ലാം ദൈവത്തിന്റെ കൃപ അധികമായി വർദ്ധിച്ചു വരട്ടെ കർത്താവേ. ഇന്ന് പകൽ, ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ അതേ ഗ്രേസ് ലെവലിനെ അടുത്ത ലെവലിൽ നിന്ന് വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന പിതാവേ. കർത്താവ് അടിയങ്ങളെ ഉപയോഗിക്കണമേ. യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അടിയങ്ങൾക്കുള്ളതിനെല്ലാം ദൈവങ്ങളെ സമർപ്പിച്ച് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിനെയും പിശാച് തൊടുവാൻ ഇടവരരുത്. ഈ ശുശ്രൂഷയ്ക്കിടയിൽ യാതൊരു അന്ധകാര ശക്തികളും പോരാടരുത് കർത്താവേ. അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രത്യേക കാവൽ ഉണ്ടാകട്ടെ. കർത്താവ് അത് ഇതിനെ നന്ദി പറയുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം നമുക്ക് വായിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. 2 Corinthians chapter 1 verse 8 to 11. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. അതേ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ആ വാക്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും അവൻ ഞങ്ങളെ എന്ത് ചെയ്തു? വിടുവിച്ചു. അവൻ വിടുവിക്കും, മേലാലും വിടുവിക്കും. അടുത്ത വാക്യം, ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അതിനും നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശക്തമേറിയ ഒരു ദൈവവചനമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. ഒരുപക്ഷെ ഈ പ്രസംഗങ്ങൾ നമ്മൾ അധികം കേട്ട് കാണത്തില്ല. കാരണം സ്തോത്രം, എങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന് നമ്മളോട് ആ മേഖലയിൽ നിന്നും വളരെ ശക്തമായിട്ട് ഇടപെടാനുണ്ട്. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം, നമുക്കറിയാം പൗലോസ്
കൊരിന്ത്യർക്ക് 4 ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 4 ലേഖനങ്ങൾ, അതിൽ 2 ലേഖനങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബാക്കി 2 ലേഖനങ്ങൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എങ്കിലും 1 കൊരിന്ത്യരും 2 കൊരിന്ത്യരും നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തകരമായ നിലയിലാണ് ഈ വാക്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ താളം തന്നെ വ്യത്യസ്തകരമായ രീതിയിലാണ് പോകുന്നത്. സ്വതന്ത്രം ഒന്നാമത്തെ ലേഖനം എഴുതിയതിനു ശേഷം 1 വർഷത്തിന് ശേഷമാണ് മാസഡോണിയയിൽ വെച്ച് AD 56 മുതൽ 60 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ലേഖനം പൗലൂസ് ആമേൻ സ്തോത്രം കൊരിന്ത്യർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ കൊരിന്ത്യർക്ക് വേണ്ടി ഈ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ വളരെ ശക്തമായ നിലയിൽ പൗലൂസിന്റെ ജീവിതത്തിലുള്ള കഷ്ടാനുഭവങ്ങളുടെ ഒരു വലിയ സ്തോത്രം കാര്യം തന്നെ, അല്ലെങ്കിൽ വലിയൊരു സ്തോത്രം നിര തന്നെ നമുക്ക് ഈ അധ്യായങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം 2 കൊരിന്ത്യർ 12 അധ്യായത്തിനകത്ത് പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഞങ്ങൾ യേശു അല്ലെങ്കിൽ ക്രിസ്തു നിമിത്തം, അല്ലെങ്കിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, ബലഹീനതകളിൽ, ആ ബലഹീനത തന്റെ ലൈഫിനകത്ത് ദൈവശക്തിയായി അത് സ്തോത്രം അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുന്നു, ദൈവശക്തിയായി അത് വെളിപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, തന്റെ ജീവിതത്തിൽ വന്ന ബലഹീനതകൾ, തന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ ദൈവശക്തിയായി തന്നിലൂടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊക്കെ വരാം. എങ്കിൽ ഈ ഭാഗത്ത് നിന്നൊന്ന് നമുക്ക് ചിന്തിച്ചിട്ട് ദൈവാത്മാവ് നയിക്കുന്ന നിലയിലേക്ക് നമുക്ക് മാറാം. ഇവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും അവൻ എന്ത് ചെയ്തു? നമ്മെ വിടുവിച്ചു. അവിടെ വിടുതൽ എന്നൊരു പദം നമുക്ക് കാണാൻ കഴിയും. ഡെലിവറൻസ് അല്ലെങ്കിൽ വിടുതൽ എന്നൊരു പദം നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവന്റെ മറ്റൊരു പേരാണ് വിടുവിക്കുന്നവൻ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നു, അവൻ യാക്കോബിൽ നിന്നും അഭക്തിയെ മാറ്റും. അർത്ഥാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയിൽ വളരെ ശക്തമായൊരു പ്രത്യേകതയാണ്, അവൻ വിടുവിക്കുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അവൻ വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നമ്മെ വിടുവിക്കുവാൻ ദൈവം ഇതിനകത്ത് ഇറങ്ങി വരും. ഗ്ലോറി, ഹല്ലേലൂയ. വ്യത്യസ്ത പ്രതിസന്ധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിലെ ഈ ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിലേക്ക് വിടുതലുമായി ദൈവം ഇറങ്ങി വരുവാനിടയായി തീരും. സ്തോത്രം. ശ്രദ്ധിച്ചേ, പഴയ നിയമം മുതൽ വിടുതൽ എന്ന് പറയുന്ന പദം നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ വിടുതൽ എന്ന് പറയുന്ന ഒരു പദം നമുക്ക് കാണാൻ വേണേ ആ ഭാഗം വേണേ നമുക്കൊന്ന് ഭാഗം പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നൊന്ന് നോക്കിയിട്ട് പോകാം. പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനോ, ഒരു പദം കിടപ്പുണ്ട്, അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ. അടുത്ത വാക്യം, ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. ശ്രദ്ധിച്ചേ, അവരെ മിസ്രയീമിൽ നിന്ന് കയ്യിൽ നിന്നും വിടുവിക്കുവാൻ നല്ലതും വിശാലവുമായുള്ള ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 1 മുതൽ വായിക്കുമ്പോൾ, സ്തോത്രം, മോശയിലാണ് ഇത് ആരംഭിക്കുന്നത്. മോശയുടെ ജനനത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, മോശയുടെ ജനനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ അടിമത്തത്തെ, അല്ലെങ്കിൽ യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് വരികയും ഇസ്രായേൽ ജനത്തെ, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടമായി പോവുകയും ചെയ്തു. അവര് മിസ്രയീമിൽ സ്വതന്ത്രരായിട്ടാണ് ജീവിച്ചെങ്കിലും പിന്നത്തേതിൽ യോസേഫിനെ അറിയാത്തൊരു രാജാവ് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടമായി. അവരുടെ ആ ജീവിതത്തിനകത്ത് ആ സ്വാതന്ത്ര്യം അടിമത്തമായി കൺവേർട്ടായി മാറുകയാണ്. ശ്രദ്ധിച്ച്, അങ്ങനെ യോസേഫിനെ അറിയാത്തൊരു രാജാവ് വന്ന് അടിമത്തത്തിലേക്ക് അവരെ നയിക്കുകയും ഊഴി വിചാരകന്മാർ നിമിത്തം അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫറവോൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനം വളരെ കരയുകയാണ്, വളരെ പ്രയാസപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, ഒരു പദം കൊടുത്തിരിക്കുന്നത്. സ്തോത്രം, അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി എന്ന് വെച്ചാൽ അവർ ദൈവസന്നിധി നിലവിളിക്കാൻ ആരംഭിച്ചു, അവർ കരയാൻ ആരംഭിച്ചു, അവരുടെ ഞരക്കങ്ങൾ ദൈവസന്നിധിയിൽ എത്തി. കഷ്ടത നിമിത്തമാണ് അവർ നിലവിളിച്ചത് കേട്ടോ. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന, കഷ്ടത നിമിത്തം നിലവിളിയോടെ ആയിരിക്കുന്ന, പ്രതിസന്ധി നിമിത്തം നിലവിളിയോടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിടുവിക്കാൻ കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വരും.
ഹല്ലേലൂയ. അവർ നിലവിളിക്കാൻ ആരംഭിച്ചു. നിലവിളിക്കുമ്പോൾ തിരുവചനം വായിക്കുന്ന മോശയുടെ ജനനം ആരംഭിക്കുകയാണ്. മോശനെ കർത്താവ് ജനിപ്പിക്കുകയാണ്. ജനനത്തിന് ശേഷം മോശ കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങൾ, അതെ, ഞാങ്ങണ പെട്ടകത്തിലൂടെ, അതെ, നമുക്കറിയാം, സ്വതന്ത്രം മിസ്രൈമിൽ തന്നെ എത്തുന്ന മോശനെ നമുക്ക് കാണാൻ കഴിയും. ഫറവോന്റെ പുത്രി അവനെ എടുക്കുകയും മകനായിട്ട് അവിടെ വളർത്തുകയും ചെയ്തു. അങ്ങനെ മിസ്രൈമിലെ സകല അഭ്യസ്ത വിധി മോശ ഹൃദയസ്ഥമാക്കുവാൻ ഇടയെ തീർന്നു. എന്നാൽ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ സഹോദരന്മാരെ കുറിച്ചുള്ള ഭാരം ഹൃദയത്തിനകത്തുണ്ടായി. അവന്റെ സഹോദരന്മാരായ എബ്രായരെ കുറിച്ചുള്ള ഭാരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരുടെ വേല നോക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ ചെന്ന് ചില വിഷയങ്ങൾക്കകത്ത് ഇടപെടുവാൻ ഇടയെ തീർന്നു. ആ വിഷയങ്ങളിൽ ഇടപെട്ട നിമിത്തം ഒന്നാമത്തെ തവണ ഒരുവനെ അടിച്ചു കൊന്നായിട്ട് നമുക്കറിയാം. രണ്ടാമത്തെ തവണ അവർ വിഷയങ്ങൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവും ആക്കിയത് ആര്? ശ്രദ്ധിച്ചേ, ഈ ഒറ്റ വാക്യം കൊണ്ട്, ഈ ഒറ്റ വാക്കുകൊണ്ട് സ്തോത്രം മോശ വളരെ പ്രയാസപ്പെട്ടു. ഈ വാർത്ത ഫറവോന്റെ സന്നിധിയിൽ എത്തുവാനിടയെ തുടർന്നു. അങ്ങനെ മോശ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മോശ പോയത് മിദ്യാനിലേക്കാണ്. മിദ്യാനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്തോത്രം മിദ്യാനിലെ പുരോഹിതനായിരുന്ന തന്റെ അമ്മായപ്പനാകത്തെ യിത്രോവിന്റെ ആടുകളെ മേയിച്ചു കൊടുത്തു. എനിക്ക് അവിടെ ഒരു കുടുംബം ലഭിച്ചു, ഒരു ഫാമിലി ഉണ്ടായി. ഗർഷം അവിടെ വെച്ചാണ് ജനിക്കുന്നത്, ഒരു ഫാമിലി ഉണ്ടായി. സ്തോത്രം അങ്ങനെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായി യിത്രോവിന്റെ ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു മോശയ്ക്കുണ്ടായിരുന്നത്. ശ്രദ്ധിച്ച്, വലിയ ഒരു നിയോഗവുമായി ജനിച്ചവനാ. പക്ഷേ ആ നിയോഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ ഒന്നാമത് സ്തോത്രം അവൻ മിസ്രൈമിൽ തളയ്ക്കപ്പെട്ടു. മിസ്രൈമിന്റെ ഒരു നല്ല രണ്ട് ഘട്ടമാണ്. ഒന്ന്, മിസ്രൈമിൽ നല്ല സന്ദർഭത്തിലാണ് ഒന്നാമത് അവൻ ലോക്കായത്. അവൻ ലോക്കാണെന്ന് പോലും അവന് മനസ്സിലാകുന്നില്ല. കാരണം അവൻ രാജാവായിട്ട് അവിടെ വാഴുകയും, പലർക്കും അറിയത്തില്ല. പലരും രാജാവായിട്ടാണ് വാഴുന്നതെങ്കിലും അവരുടെ ഡെസ്റ്റിനി ബന്ധിക്കപ്പെട്ടെന്ന് പലർക്കും അറിയത്തില്ല. മോശയ്ക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവർ രാജാവായിട്ട് അവൻ അവിടെ വാഴുന്നത്, മിസ്രൈമിലെ സകല അഭ്യസ്ത വിധി അവനെ ഹൃദയസ്ഥമാക്കുന്നുണ്ട്. എങ്കിലും സ്തോത്രം അവൻ അറിയാത്തൊരു കാര്യമുണ്ട്. അവനെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടാതെ അതിനകത്ത് അവൻ ലോക്കായി കിടക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആ ലോക്കുകളെ പൊട്ടിക്കുന്ന ദൈവം അവനെ അവിടുന്ന് പുറത്തിറക്കാൻ വേണ്ടി, അതെ, ദൈവത്തിന്റെ നിയോഗം, ഞാൻ വിശ്വസിക്കുന്നു, കഷ്ടപ്പാടാ വന്നതെങ്കിലും ആ നിയോഗത്തിൽ അവൻ പുറത്തിറങ്ങുകയാണ്. നിയോഗത്തിൽ പുറത്തിറങ്ങുന്നത് നേരെ ചെന്ന് മിദ്യാനിലേക്കാണ് ചെല്ലുന്നത്. മിദ്യാനിൽ അവിടെ ആടുകളാണ് അവൻ എന്ത് ചെയ്തത്? സ്വീകരിച്ചത്. ആടുകളാണ് അവനെ സ്വീകരിച്ചു. എന്നോട് പറഞ്ഞാൽ ആ മരുഭൂമിക്കകത്തൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് വളരെ വർഷങ്ങൾ ആടുകളുമായി അവൻ നടക്കുകയെ. ശ്രദ്ധിച്ചേ, അടുത്ത 40 വർഷം അവൻ ലോക്കായി പോയത് മരുഭൂമിയിലാണ്. ആദ്യത്തെ 40 വർഷം ലോക്കായത് അതേ മിസ്രൈമിന്റെ സ്തോത്രം റിച്ച് ആയിട്ടുള്ള അനുഭവത്തിലാണെങ്കിൽ, രണ്ടാമത്തെ തവണ അവൻ ലോക്കായി പോയത് ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലാണ്. അവൻ മരുഭൂമിക്കകത്താണ്, വെള്ളം പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് അവൻ ലോക്കായി പോയത്. സ്തോത്രം ഇങ്ങനെ ആ മരുഭൂമിക്കകത്ത് കിടന്നു ആടുകളുമായി മാത്രം സഞ്ചരിക്കുന്ന ഹല്ലേലൂയ, ശരിക്കും വർത്തമാനം പോലും പറയാൻ കഴിയാതെ നാവ് വിക്കനായി പോയ, അല്ലെങ്കിൽ മോശ വിക്കനല്ലായിരുന്നു, എന്നാൽ ആടുകളോടുകൂടെ മാത്രം സംസാരിപ്പൻ വേറെ ആരുമില്ല. ഒരുപക്ഷെ നാവ് തടിച്ചു പോയി കാണാം. വിക്കനായി മാറിയ മോശ പിന്നത്തേതിൽ സ്തോത്രം ഹോരേബ് പർവ്വതം വരെ ആടുകളെ മേയിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ വ്യത്യസ്തകരമായ ഒരു കാഴ്ച കണ്ടുകൊണ്ട് മോശ അവിടെ ചെല്ലുകയാണ്. എന്തെന്നറിയാമോ? മുൾപ്പടർപ്പിൽ ഒരു അഗ്നിജ്വാല കത്തിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ആരോടൊക്കെ ഒരു ദൂത് ഞാൻ കൈമാറുകയാ. കാലങ്ങളെ നിന്റെ ലോക്ക് പൊട്ടിക്കാൻ ദൈവം അഗ്നിക്കകത്ത് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ കഴിയും? നിന്നെക്കുറിച്ചുള്ള ഡെസ്റ്റിനി ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ, കാലങ്ങളായി നിന്നെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്, നീ ജനിച്ചത് ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, എന്നാൽ അതിനകത്തേക്ക് നിനക്ക് കടക്കാൻ കഴിയാതെ എവിടേക്ക് നീ ലോക്കായി പോയെങ്കിൽ നിന്റെ ലോക്ക് പൊട്ടിക്കാൻ സ്വർഗത്തിലെ ദൈവം അഗ്നിക്കകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ദൈവത്തെ ഹല്ലേലൂയ ഇന്ന് രാത്രി ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ആ ദൂതനെ ആത്മാവിലും ഏറ്റെടുക്കട്ടെ. നിന്നെ പുറത്തെടുക്കുന്ന ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ്. അറമനഘടകതനയ ഹാന്തർ ഗൗഷസി അന്തൻ പ്രൗഢജനഘടക ജാനകർ തുനി അർദ്ധൽ ഗൗഷസി വൈഡിപികനഘടക ജാനകക്ഷസി അന്തന. ആടുകളുമായി മരുഭൂമിക്കപ്പുറത്ത് ഹോരേബിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവൻ കാണുന്നൊരു കാഴ്ച, മുൾപ്പടർപ്പിൽ അഗ്നിജ്വാലയിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി, അല്ലെങ്കിൽ ഒരു തീ കത്തുന്ന ദൂതനാണെന്നും അറിയത്തില്ല, ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ തീക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സ്തോത്രം കത്തുന്നുവെങ്കിലും ഈ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ഒരു വ്യത്യസ്തകരമായ ഒരു കാഴ്ച താൻ കാണുകയാണ്. കത്തുന്നുവെങ്കിലും വെന്തു പോകുന്നില്ല. ഒരു ഡിഫറന്റ് ആയിട്ടുള്ള കാഴ്ച താൻ കാണുമ്പോൾ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മരുഭൂമിയിലുള്ള ആ ആടുകളെ സ്തോത്രം അവിടെ വിട്ടിട്ടാണ്
താൻ കയറി ചെല്ലുന്നു. ശ്രദ്ധിച്ചേ, നിയോഗത്തിലേക്ക് ഒരുവൻ കയറി ചെല്ലുമ്പോൾ, നിയോഗത്തിനകത്തോട്ട് ഒരുവൻ കയറി ചെല്ലുമ്പോൾ നിശ്ചയമായിട്ടും അവനെ പിടിക്കുന്ന എന്തെങ്കിലുമൊക്കെ എന്റെ പിൻപിലുണ്ട്. ഒരുപക്ഷെ 300 ആടുകൾ, 300-ലധികം ആടുകൾ കാണുമായിരിക്കും. ഇത്രയും ആടുകൾ അവന്റെ പിൻപിലുണ്ട്. കാരണം ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. 40 വർഷമായി വിശ്വസ്തനായി നിൽക്കുന്ന മോശ, ആ വിശ്വസ്തത പേര് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും നിയോഗത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ അവൻ ആ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ഇന്ന് രാത്രി ആത്മാവി ഞാൻ പറയട്ടെ, കാലങ്ങളായി നിന്നെ എവിടെയൊക്കെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന ചില മേഖലകളെ പൊട്ടിച്ചിട്ട്, അതേ സ്തോത്രം, നിന്നെ ആകർഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ പർവ്വതത്തിൽ കയറി ചെല്ലുമ്പോൾ പിൻപിലുള്ള ആ ആടുകളെ അവൻ വിട്ടിട്ടാണ് ആ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നത്. ഒരുപക്ഷെ അവന്റെ ചിന്താമണ്ഡലത്തിൽ ഒരു ചില ഫൈറ്റിങ്ങൾ നടക്കുക. കാരണം എന്നറിയാമോ, ഈ ആടുകളുടെ പ്രത്യേകത, അത് സ്തോത്രം ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ ആടുകൾ മാറിപ്പോകാൻ, അല്ലെങ്കിൽ കൂട്ടം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ആടുകൾ മിക്കവാറും ചിലത് കൂട്ടം തെറ്റി പോകാനുള്ള സാധ്യതകൾ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കൂട്ടം തെറ്റിപ്പോയ ആടുകളെ കുറിച്ച് നമുക്കറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ ആടുകളിൽ ഒന്നുപോലും കുറയാൻ പാടില്ല. ആടുകളെ ഏൽപ്പിച്ചവൻ ഒന്നുപോലും കുറയാൻ പാടില്ല. ആ നിലയിൽ വിശ്വസ്തനായിരിക്കണം. എങ്കിലും വിളിച്ചത്, അല്ലെങ്കിൽ ആ പ്രത്യക്ഷപ്പെട്ടത് ദൈവ സാന്നിധ്യമായതുകൊണ്ട്, അതെ സ്തോത്രം, ഈ ആടുകൾ ദൈവ സാന്നിധ്യത്തിനകത്ത് സംരക്ഷിക്കപ്പെടുകയാ. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയാം, നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കത്തില്ല കേട്ടോ. നീ ദൈവ സാന്നിധ്യത്തിലാണ് കയറി ചെല്ലുന്നതെങ്കിൽ, അതെ, നിന്നെ വിട്ട് ഒരു നന്മയും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ ഗ്ലോറി! എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്, ഈ നന്മ നിന്നെ വിട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ, നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സഭ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തോട്ട് കയറാൻ എത്ര പേര് തയ്യാറാണ്? ഹല്ലേലൂയ! അങ്ങനെ ആ പ്രസൻസിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ദൈവമനെ അഗ്നിക്കകത്ത് വിളിക്കുക, മോശയെ നീ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് എന്ന് ദൈവം മോശയോട് പറയുകയാണ്. വിശുദ്ധ ഭൂമിക്കകത്തോട്ട് അവൻ കയറി. അവൻ അറിയത്തില്ല അത് വിശുദ്ധ ഭൂമിയാണെന്ന്. ചെരിപ്പിട്ടോണ്ട് അവൻ കയറി ചെല്ലുന്നത്. എന്നാൽ അവൻ അറിയത്തില്ല അത് വിശുദ്ധ ഭൂമിയാണെന്ന്. ശ്രദ്ധിച്ചേ, നാം പോലും അറിയാതെ കയറി ചെല്ലുന്ന ചില വിശുദ്ധ ഇടങ്ങളുണ്ട് കേട്ടോ. ചില ഇടങ്ങൾ നാം പോലും അറിയാതെ വിശുദ്ധമായി തീരും. ദൈവ സാന്നിധ്യം നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. എന്തുകൊണ്ട് ആ ഭൂമി വിശുദ്ധീകരിക്കപ്പെടാൻ കാര്യം? ഒറ്റ കാര്യമുള്ളൂ. ആ ഭൂമി വിശുദ്ധീകരിക്കപ്പെടാൻ കാര്യം ദൈവ സാന്നിധ്യം ഇറങ്ങിയതാ. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് അശുദ്ധമായ മണ്ണിനെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ പ്രസൻസ് കഴിയും. ഏത് പൈശാചികതയുള്ള മണ്ണിനെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം കഴിയും. സാന്നിധ്യത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസ് ഈ രാത്രിയിൽ വെളിപ്പെട്ട് വരട്ടെ. അടമനഘടക, ജനഗതലഘടക, ദുരമന നിനക്ക് പാർക്കാൻ കഴിയാത്തതുപോലെ, അതേ, നിനക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിനകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ വെളിപ്പെട്ട് വരികയാണ്. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ! ആ അന്തരീക്ഷത്തെ മാറ്റുകയാണ്, അറ്റ്മോസ്ഫിയറിനെ മാറ്റുകയാണ്, ആ മുൾപ്പടർപ്പിന്റെ അന്തരീക്ഷത്തെ മാറ്റുകയാണ്. ആരും കയറി ചെല്ലാത്ത ഇടത്തേക്ക്, ആ മുൾപ്പടർപ്പിന്റെ ആ അടുത്തേക്ക് അവൻ കയറി ചെല്ലുകയാണ്. ഒരുപക്ഷെ ആ മുൾപ്പടർപ്പിന്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. കാര്യം മരുഭൂമിയിലെ ഈ മുൾച്ചെടിക്ക് ഒരു ചില പ്രത്യേകതയുണ്ട്. ആ മുള്ളുകൾ, ഒരുപക്ഷെ ഉണങ്ങിയ മുള്ളുകൾ മരുഭൂമിയിലെ കൊടുങ്കാറ്റിനാൽ, അതേ സ്തോത്രം, തെറിച്ചു വീണ് ആ മുൾച്ചെടി നിൽക്കുന്നതിന്റെ ചുറ്റുപാടുകൾ അനേകം മുള്ളുകൾ, വീര്യമുള്ള വിഷമുള്ളുകൾ കാണാൻ സാധ്യതയുണ്ട്. അതേ സ്തോത്രം, പക്ഷെ അതിന്റെ ചുറ്റുപാടുകൾ അനേകം മുള്ളുകളുണ്ട്. എങ്കിലും സ്തോത്രം, ആത്മസാന്നിധ്യത്തിനകത്ത് ദൈവം പറയുകയാണ്, മോനെ, മുള്ളൊക്കെ ഉണ്ട്, സാരമില്ല, നീ ഈ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ നിന്റെ ചെരുപ്പൂരി കളഞ്ഞാൽ മതി. കാരണം നിന്റെ കാലിനെ സൂക്ഷിക്കാൻ, നീ ഈ മുൾപ്പടപ്പിനടുത്തേക്ക് വരുമ്പോൾ നിന്റെ കാലിനെ സൂക്ഷിക്കാൻ ചെരുപ്പിന്റെ ആവശ്യമില്ല. കാലിനെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആമേൻ. ദൈവത്തിനറിയാം നിന്റെ കാല് മുറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ നീ കയറി വരുന്നത് ദൈവ സാന്നിധ്യത്തിലാകിയാൽ നിന്റെ കാല് മുറിയത്തില്ല, നിന്റെ കാലിൽ മുള്ളു തറയ്ക്കത്തില്ല. ഈ സാന്നിധ്യം നിന്നെ സംരക്ഷിക്കും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ദൈവ സാന്നിധ്യത്തിലാണ് നീ നടക്കുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ സംരക്ഷിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രി ഒരു ഹൈലി പ്രൊട്ടക്ഷൻ ചില കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. ഒരു ഹൈലി പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ഒരു ഹൈലി പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ചില വ്യക്തികളുടെ കുടുംബത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ ഉന്നതമായ സംരക്ഷണത്തിന്റെ ഫലം യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യപ്പെടട്ടെ.
അർത്ഥമനഘടക. രണ്ടാമത്, മരുഭൂമിക്കകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. വിഷജന്തുക്കളുണ്ട്. അണലി, പ്രത്യേക മരുഭൂമിക്കകത്ത് അണലികളുണ്ട്, വിഷ അണലികളുണ്ട്. എന്ന് പറഞ്ഞാൽ അത് മണ്ണേതാ അണലി ഏതാ എന്ന് കാണാൻ കഴിയാത്തതുപോലെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന വിഷസർപ്പങ്ങൾ അത് മണലിനകത്തുണ്ട്. അതുകൊണ്ടാണ് മരുഭൂമിക്കകത്തൂടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത്. പക്ഷെ കർത്താവ് പറയാം, മോനെ, ഒരു വിഷസർപ്പങ്ങൾക്ക് ഇവിടെ ചരിക്കാൻ പറ്റത്തില്ല, കാര്യം ഇത് എന്റെ ടെറിട്ടറിയാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയാം, ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളിടത്ത് ഒരു സ്പിരിറ്റുകൾക്കും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്പിരിറ്റിനും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ രാത്രി ദൈവ സാന്നിധ്യം സകല ദുരാത്മ മണ്ഡലങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ പ്രസൻസ്. ഇതിനകത്തൊരു അണലിയും കയറത്തില്ല, ഇതിനകത്തൊരു പാമ്പും കയറത്തില്ല, ഇതിനകത്തൊരു ദുഷ്ടജന്തുക്കളും കയറത്തില്ല. കാര്യം ഇതിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവിക സംരക്ഷണത്തിന്റെ പ്രസൻസ് അത് ഈ രാത്രി ഇവിടെ വെളിപ്പെടുകയാണ്. റഥലമന ജനഗതല ഘടക ദുരമന ഘടക വൈഡിപികതന ഘടക അർത്ഥപ്രബന്ധുരി ജാലവർത്തുനി വൈഡിപികതന ഘടക സിയംധന. ദൈവം പറഞ്ഞ നീ ചെരിപ്പൂരി കളക, കാലിൽ നിന്നും ചെരിപ്പൂരി കളക. ഇത് വിശുദ്ധ ഭൂമിയാണ്. വിശുദ്ധ ഭൂമിക്കകത്ത് നിന്നെ സംരക്ഷിക്കുന്ന വിശുദ്ധനായ ദൈവമാണ്. അതേ, നിന്നെ വിശുദ്ധനായ ദൈവം നിന്നെ സംരക്ഷിക്കുവാനിടയത്. മോശ കയറി ചെല്ലുമ്പോൾ അവിടെ വെച്ച് നിയോഗങ്ങൾ ദൈവം കൈമാറുകയാ. അവിടെ വെച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം പറയുകയാണ്, നീ ഇങ്ങോട്ട് അടുക്ക, നീ നിനക്ക് സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിന് ചെരുപ്പഴി. 6-ാം വാക്യത്തിൽ, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവം. ഒരുപക്ഷെ അവന്റെ ഹൃദയത്തിനകത്ത് ആ ചിന്തകൾ കാണുമായിരിക്കാം. പക്ഷെ ദൈവം തന്നെ പരിചയപ്പെടുകയാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി എന്നവിടെ കാണുന്നു. മോശ ദൈവത്തിന്റെ സാന്നിധ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെടും. അത്ര ഭയാനകരമായ ഒരു അഗ്നിപ്രവാഹമാണ് ആ അന്തരീക്ഷത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് രാത്രി കാലം ഒരഗ്നിപ്രവാഹം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരഗ്നി അഭിഷേകത്തെ ദൈവം ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉറമന ഹസിയാന്തര വൈഡിബി ഹക്ഷസ്മാനിയാന്തര. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അഗ്നി അഭിഷേകം. അതെ, ആ സാന്നിധ്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ മുഖം മൂടി എന്ന് കാണാൻ. പക്ഷേ അവന് നോക്കാൻ കഴിയാത്തതുപോലെ അത്ര ബ്രൈറ്റ്നെസ് ആണ് ആ സാന്നിധ്യത്തിനകത്ത് വ്യാപരിക്കുന്നത്. അത്ര ബ്രൈറ്റ്നെസ് ആണ് ആ സാന്നിധ്യത്തിൽ വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ആമേൻ. മുഖം മൂടി അവൻ പറയാണ്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ദൈവം പറയുക, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴി വിചാരകന്മാർ അവർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. 3 കാര്യം അവിടെ. ഒന്ന്, ഞാൻ മിസ്രൈമിലെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഒന്ന്, ദൈവം കണ്ടു. നമ്മുടെ ദൈവത്തിന് കാണാൻ കഴിയും, നമ്മുടെ ദൈവത്തിന് കേൾക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ ദൈവത്തിന് ഗ്രഹിക്കാൻ കഴിയും. അവരുടെ അവരുടെ സങ്കടം ഞാൻ അറിയുന്നു. സങ്കടം എവിടെ വരുന്നത്? സങ്കടം വരുന്നത് ഹൃദയത്തിലാണ്, അല്ലെ? സങ്കടം വരുന്നത് ഹൃദയത്തിലാണ്. നിലവിളി കാതുകളിൽ കേൾക്കാം, സ്തോത്രം. കഷ്ടത കണ്ണുകൊണ്ട് കാണാം, പക്ഷേ ഹൃദയത്തെ ആർക്കും കാണാൻ പറ്റത്തില്ല. ദൈവം പറയുകയാണ്, നിന്റെ സങ്കടം ഞാൻ അറിയുന്നു. അർത്ഥാൽ നിന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. പുറമെ അറിയുന്ന ഒത്തിരി പേര് കാണാം, പക്ഷേ പുറമെ ആർക്കും നമ്മെ മനസ്സിലാകത്തില്ല. എന്നാൽ നമ്മുടെ അകം കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അകത്തലങ്ങളിൽ വിഷമവുമായി, പ്രയാസവുമായി, വേദനയുമായി, അതേ പ്രതിസന്ധിയുമായി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഹൃദയം കാണുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിന്റെ ഭാരം കാണുന്ന ദൈവം ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ കഷ്ടത അവൻ കണ്ടു, നിന്റെ നിലവിളി അവൻ കേട്ടു. ഞാൻ നിന്റെ സങ്കടങ്ങൾ അറിയുകയാണ്. ഞാൻ നിന്റെ സങ്കടങ്ങൾ അറിയുകയാണ്. നിന്റെ ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്ന ദൈവം, നിന്റെ വേദനകൾ അറിയുന്ന ദൈവം, നീ ചിന്തിക്കുന്നത് അറിയുന്ന ദൈവം. അതേ, ആ ദൈവമാണ് നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവിടെയാണ് ദൈവം പറയുന്നത്, അവരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും. മിസ്രൈമിയുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും. ആരെയാണ് വിടുവിക്കുന്നത്? കഷ്ടത്തിലായിരിക്കുന്ന ജനത്തെ, നിലവിളിക്കുന്ന ജനത്തെ, കരയുന്ന ജനത്തെ, അതേ സ്തോത്രം, അടിമത്തത്തിലായിരിക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ ഞാൻ ഇതാ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതേ, ഇത് രാത്രി വിടുവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ, വിടുവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങും. അതേ, ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത,
അവൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അവൻ മുകളിൽ നിന്ന് മാത്രം നോക്കുന്ന ദൈവമല്ല, അവൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആമേൻ, അഗ്നിക്കകത്ത് ഇറങ്ങി വന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട്. സിംഹക്കുഴിക്കകത്ത് ഇറങ്ങി വന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവം നിന്റെ മുറിക്കകത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കും? എന്റെ മുറിക്കകത്ത് ആമേൻ ദൈവം ഇറങ്ങും. ഓ ശാൽബ്ര ഹംദര ജഗൽ കബര, നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇറങ്ങും. നിങ്ങളുടെ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം ഇറങ്ങും. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വിടുവിക്കട്ടെ. ഉദയ റമന ശന്തര ജഗന രഗജ രഗതര പ്രമാന ഹക്ഷസ്മാനിയാന്തര അതരഘടക സതുരി വൈഡിവിരി ഹാന്തർകൗഷസിയ. അവൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അതേ, ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി. നമുക്കറിയാം, അവരെ സ്തോത്രം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവരാൻ ഇടയായിട്ടുണ്ട്. അവിടെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം കർത്താവ് ചെയ്തു. നമുക്കറിയാം, സ്തോത്രം മോശയിലൂടെ കർത്താവ് അത്ഭുതങ്ങളെ പെരുക്കാൻ തുടങ്ങി. മിസ്രൈമിൽ അത്ഭുതങ്ങൾ പെരുകി. ലാസ്റ്റ് ഫൈനലി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ തിരുവചനം വായിക്കുന്നു, ആമീൻ, ഫറവോൻ അവരെ ഒട്ടൊഴിയാതെ വിട്ടയക്കുവാനിടയെ തുറന്നു. അതെ, ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫറവോന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അവിടെ പറയാം, അർദ്ധരാത്രിയിൽ ആദ്യം മോശയോട് ദൈവം പറഞ്ഞു, നീ വടിയെടുത്ത് അതേ സ്തോത്രം വെള്ളത്തിന്മേൽ നീട്ടുക. അതെ സ്തോത്രം, വെള്ളം രക്തമായി തീർന്നു. ഹാലലൂയ. പൂഴിയെടുത്തെറിയുക, അത് സ്തോത്രം അത് പേനായി തീർന്നു. ശ്രദ്ധിച്ചേ, അങ്ങനെ തവളയും സ്തോത്രം പല ന്യായവിധികൾ അവിടെ ഉണ്ടായി. എന്നാൽ അവിടെ ഒന്നും ഫറവോൻ അവരെ വിട്ടയച്ചില്ല. എന്നാൽ അവസാനമായി ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ശ്രദ്ധിച്ച്, അവിടെ പറയുക, ഞാൻ ഇറങ്ങും, അർദ്ധരാത്രി ഞാൻ ഇറങ്ങും, അർദ്ധരാത്രി ഞാൻ ഇറങ്ങും. ഞാൻ ഇറങ്ങിയാൽ ഫറവോൻ തന്നെ വിട്ടയക്കും. ശ്രദ്ധിച്ചേ, ദൈവം എന്തൊക്കെ അത്ഭുതം നടന്നിട്ടും വിടുവിക്കപ്പെടാത്ത മേഖലയിൽ ദൈവം ഇറങ്ങിയാൽ സ്തോത്രം അവൻ നമ്മെ വിട്ടയക്കുവാനിടയെത്തും. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ അലട്ടുന്ന ചില ഫറവോനെ ശക്തികളെ ന്യായം വിധിക്കാൻ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. എവിടെയാണ് പൗലോസ് പറയുന്നത്? അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്, പക്ഷേ ഞാൻ ആ ഭാഗത്തേക്ക് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. പൗലോസ് പറയുന്നു, അവൻ വിടുവിക്കുന്ന ദൈവം, അവൻ മേലാലും വിടുവിക്കും. അതേ സ്തോത്രം, അവൻ വിടുവിച്ചിരിക്കുന്നു, അവൻ മേലാലും വിടുവിക്കും. അതെ, ഇന്ന് രാത്രി ഒരു ഉറപ്പുണ്ട്. അതെ, അവൻ വിടുവിക്കുന്ന ദൈവമാണ്. പൗലോസ് പറയാ, അവൻ വിടുവിച്ചു, ഞങ്ങളെ വിടുവിച്ചു. അതൊരു ടെസ്റ്റിമണിയാണ്, അതൊരു സാക്ഷ്യമാണ്. അവൻ വിടുവിക്കും. ഇനി ഞങ്ങൾക്ക് പ്രശ്നം വന്നാൽ അവൻ വിടുവിക്കും. അത് സംഭവിക്കാനുള്ള കാര്യമാണ്. അവൻ മേലാലും വിടുവിക്കും എന്ന് വെച്ചാൽ ഇനി എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അവൻ ഞങ്ങളെ വിടുവിക്കും. ഇത് ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടെസ്റ്റിമണിയാണ്. 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ താൻ പറയുന്നു, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് താൻ പറയുന്നു. ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അടുത്ത വാക്യം വായിക്കുകയാണ്, ജീവനോടിരിക്കുമ്പോൾ നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഇവിടെ പൗലൂസ് കഷ്ടങ്ങളെ കുറിച്ച് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലുള്ള കഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്ന കഷ്ടത്തെ കുറിച്ച് പൗലൂസ് അധികമായ വിശദീകരണം നൽകുന്നില്ല. സ്തോത്രം. 1-2 കഷ്ടങ്ങൾ പൗലൂസിന്റെ ജീവിതത്തിൽ ഉണ്ടായതിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു വിട്ടു. ആ ഭാഗങ്ങളൊന്ന് വെറുതെ ഒന്ന് വായിച്ചു വിടും, നന്നായിരിക്കും. 2 കൊരിന്ത്യർക്ക് ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, വായിച്ചു. അനവധി അടിയുണ്ടോ, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്,
അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ സാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ അസാധാരണ, എനിക്ക് സാധാരണ അല്ല, അസാധാരണ സംഗതികൾ. എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ശ്രദ്ധിച്ച്, ഇത്രയും കഷ്ടപ്പാടുകളെ കുറിച്ച് ഒരു സ്റ്റഫ് തന്നെ പൗലോസ് പറഞ്ഞിരിക്കുക. ഒരുപക്ഷെ നമുക്കാണെങ്കിൽ ഈ കഷ്ടതകൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പോലും പിന്മാറി പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അത്രമാത്രം കഷ്ടതകൾ പൗലോസ് സഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ 4-8 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇവിടെ പൗലോസ് പറയുന്നു, അതെ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു. ആമേൻ. സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു. 1 കൊരിന്ത്യർ 4:9 വരെയുള്ള 9 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുക: ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാൽ ദൈവം ഞങ്ങളെ, അപ്പോസ്തലന്മാരെ ഞങ്ങളെ, ഒടുക്കത്തവരെ, മരണവിധി ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പറയുക, ഞങ്ങളെ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ ഞങ്ങളെ നിർത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. 10-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്: ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയെ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റ് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഇതിനെയൊക്കെ പൗലോസ് പറഞ്ഞിട്ട് അസാധാരണ സംഗതികൾ ഞങ്ങൾ സഹിച്ചു. അതുകൊണ്ട് തനിക്ക് പറയാൻ കഴിയുന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് നാം അറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ പൗലോസ് സഹിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കഷ്ടങ്ങളുടെ കൂട്ടാളികൾ. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട് കേട്ടോ. കഷ്ടം വരുമ്പോൾ നമ്മൾ പിന്മാറി പോകേണ്ട ആവശ്യമില്ല, നമ്മൾ മടുത്തു പോകേണ്ട ആവശ്യമില്ല, നമ്മളായിട്ടൊരു കഷ്ടം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന കഷ്ടങ്ങളിൽ നമ്മൾ സഹിഷ്ണുതയുള്ളവരായി മാറണം. ഹല്ലേലൂയ. അപ്പൊ കഷ്ടമുണ്ട്. കഷ്ടമില്ലെന്ന് ഞാൻ പ്രസംഗിച്ചാൽ നാളെ ഒരു കഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിറുപിറുക്കും. എന്തുകൊണ്ട് കർത്താവ് ഈ കഷ്ടം വന്നു? അപ്പൊ ദൈവരാജ്യത്തിൽ ഒരുവൻ ശക്തമായി ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ, അവൻ പ്രയോജനപ്പെടണമെങ്കിൽ അവൻ ഈ സിറ്റുവേഷനിലൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. അതവനെ പണിയാനാ ദൈവത്തിന്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി നമ്മെ പണിയുന്നൊരു ദൈവം. അതുകൊണ്ട് പൗലോസ് പറയും, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. എന്ന് വെച്ചാൽ കഷ്ടം നിന്നെ ഇടുക്കിക്കളയത്തില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ശ്രദ്ധിച്ചേ, അപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിലും അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇതിനൊന്നും ഞങ്ങളെ തകർക്കാൻ കഴിയുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരുപക്ഷെ നീ ശരീരത്തിലായിരിക്കാം കഷ്ടം അനുഭവിക്കുന്നത്, ഒരുപക്ഷെ നിന്റെ ജോലിയിലായിരിക്കും നീ കഷ്ടം അനുഭവിക്കുന്നത്, ഒരുപക്ഷെ നിന്റെ ബിസിനസ്സിലായിരിക്കും നീ കഷ്ടം അനുഭവിക്കുന്നത്, നിന്റെ ശുശ്രൂഷയിലോ കുടുംബത്തിലോ ആയിരിക്കും നീ കഷ്ടം അനുഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി കഷ്ടങ്ങൾ നിന്നെ തകർക്കാനല്ല, നീ അതിൽ നിന്ന് പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടങ്ങളെ കുറിച്ച് താൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ പോകുന്ന കഷ്ടപ്പാടുകൾ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിനകത്ത് ഒരു വെളിച്ചപ്പാടിന്റെ ആത്മാവിനെ ശാസിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, അവരുടെ ആമേൻ യജമാനന്മാർക്ക് ലാഭം പോയത് കൊണ്ട് പൗലൂസിനും ശീലാസിനും ചന്തസ്ഥലത്ത് കൂടി ഇഴച്ചു കൊണ്ടുപോയിട്ട് അവരെ കാലുകൾ ആമത്തിലിട്ട് അവരെ പൂട്ടി അവരെ കാരാഗ്രഹത്തിനകത്ത് ഇടുവാനിടയെ തീർന്നു.
സ്തോത്രം, ഹാലലു. എന്നാൽ അവിടെ ഇരിക്കുകയാണ് ആ കഷ്ടതയിൽ, ആ പ്രതിസന്ധിയുടെ ഉപദ്രവേറ്റ സമയത്ത് അവർ കാരാഗ്രഹത്തിൽ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവിടെ പൗലൂസ് സ്ട്രെങ്ത്, അതേ, ദൈവം തനിക്ക് സ്ട്രെങ്ത് കൊടുക്കുകയാണ്. അതേ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേ, സ്തോത്രം, തിരുവചനം വായിക്കുന്നു, ഹല്ലേലൂയ, ദൈവം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുവാനിടയെ തുറന്നു. ശ്രദ്ധിച്ചേ, ഒരു ദൈവവേദന അനുഭവിക്കുന്ന പ്രതിസന്ധികളെ അതേ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവരാൻ ഇടയെ തുറന്നു. ഈശാനമിൽ 27-ാം അധ്യായത്തിനകം, അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായങ്ങളിലൊക്കെ ഈശാനമൂലന്റെ കൊടുങ്കാറ്റുകൾ താൻ പോകുന്ന കപ്പൽ നേരെ ആഞ്ഞടിക്കുന്നു, കപ്പൽ തകരുന്നു. എല്ലാ അവരുടെ സ്തോത്രം അവർ കൊണ്ടുപോയിരുന്ന ചരക്കുകളൊക്കെ വെളിയിലെറിയുകയാണ്. അവസാനം സ്തോത്രം, മെലീത്തയുടെ ദ്വീപിൽ ആ കൊടും ശീതത്തിൽ തണുപ്പത്ത് അവര് തകർന്ന കപ്പലിൽ അവിടെ ചെന്നിറങ്ങുകയാണ്. ഹല്ലേലൂയ. അതും ജീവിതത്തിനകത്ത് പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു, തകർച്ചയുടെ കാലഘട്ടമായിരുന്നു, വല്ലാതെ ഭയപ്പെട്ട കാലഘട്ടമായിരുന്നു. എന്നാൽ അവിടെ വെച്ച് തന്നെ ഒരു അണലി കടിക്കുകയും ആ അണലിയെ തന്നെ ആത്മാവിൽ കുടഞ്ഞെറിഞ്ഞ് അവിടുന്ന് ജീവൻ പ്രാപിച്ച് പുറത്തു വരും. ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ താൻ പറയുന്ന ആസിയിൽ ഉണ്ടായ ഞങ്ങൾക്കുള്ള കഷ്ടം എന്ന് പറയുമ്പോൾ ആ കഷ്ടം എന്തെന്ന് പൗലോസ് അവിടെ പറയുന്നില്ല. ഹല്ലേലൂയ. മറ്റ് കഷ്ടങ്ങളെ കുറിച്ച് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആസിയിൽ ഉണ്ടായ കഷ്ടത്തെ കുറിച്ച് താൻ പറയുന്നില്ല. പക്ഷെ 1-2 കാര്യം താൻ പറയുന്നുണ്ട്. ആ കഷ്ടത്തിന്റെ പ്രത്യേകത ജീവനോടിരിക്കുമെന്ന് നിരാശ തോന്നുമാറ്. ആ വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയും, ആസിയിൽ തനിക്കെതിരെ വന്ന ആയുധം മരണായുധമാണ്. അത് തന്റെ പ്രാണനെതിരെ വന്ന ആയുധമാണ്. താൻ പറയാ, ജീവനോടിരിക്കുമെന്ന് നിരാശ തോന്നുമാറ്. ഒന്നുകൂടെ പറഞ്ഞാൽ, തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രതിസന്ധിയാണ് വെളിപ്പെട്ടു വന്നത്. ഞാൻ പറയാം, അപ്പോസ്തലനായ പൗലൂസിനെ നിരാശപ്പെടുത്തണമെങ്കിൽ എത്ര ശക്തമേറിയ, ഈ പറഞ്ഞ നമ്മൾ വായിച്ച കഷ്ടങ്ങളെക്കാൾ എത്ര ശക്തമേറിയ കഷ്ടമാണ് തന്റെ ലൈഫിനകത്ത് വന്നത്. അപ്പൊ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. അപ്പോൾ എന്ത് സംഭവിച്ചു? നിരാശ ഉണ്ടായി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നിരാശയുണ്ട് കേട്ടോ. നമ്മൾ ആരും പറയുന്നില്ലെങ്കിലും നമുക്ക് എന്തുണ്ട്? നിരാശയുണ്ട്. നിരാശയില്ലെന്നൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ പൗലൂസ് നിരാശപ്പെട്ടെങ്കിൽ നമുക്ക് നിരാശ വരാൻ സാധ്യതയുണ്ട്. ഈ പൗലൂസ് നിരാശപ്പെടാനുള്ള കാരണം എന്നാന്ന് ഞാൻ പറയാം. അടുത്ത വാക്യം ഒന്ന് വായിച്ചു തന്നെ സിസ്റ്ററെ. 8 ആയിട്ട് വായിച്ചു. ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലെല്ലാം അതാ കാര്യം. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഇംഗ്ലീഷ് സ്ട്രെങ്ത് എന്നാ കൊടുത്തിരിക്കുന്നത്. ദൈവം കൊടുത്ത അല്ലെങ്കിൽ തനിക്കുണ്ടായ സ്ട്രെങ്തിന്റെ മുകളിലാണ് ഒരു പ്രതിസന്ധി കയറി അടിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലൂസിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം അസാധാരണമാണ്. നമുക്കറിയാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടാൻ കപ്പാസിറ്റി ഉള്ള മനുഷ്യൻ. മരിച്ചു വീണ ഒരു യൂത്തിക്കോസിനെ ഉറങ്ങുന്നൊരുത്തനെ തട്ടി എഴുന്നേൽപ്പിച്ചതുപോലെ എഴുന്നേൽപ്പിച്ചവനെ താൻ. റൂമാലുകൾ ഉത്തരികളൊക്കെ കൊടുത്തുവിട്ടപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. വിഷജന്തു കയ്യിൽ കടിച്ചപ്പോൾ അതിനെ സുദരി ഈസിയായി കുടഞ്ഞു കളഞ്ഞ് ജീവനോടിരുന്ന മനുഷ്യനാണ് പൗലൂസ്. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യനാണ് പൗലൂസ്. ഒരുമാതിരിപ്പെട്ട അല്ലെങ്കിൽ ഒരളവിലുള്ള പ്രശ്നങ്ങളെ മുഴുവനും അതിജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള അനോയിന്റിങ് ക്യാരി ചെയ്യുന്ന മനുഷ്യനാണ് പൗലൂസ്. എന്നാൽ താൻ പറയുകയാണ്, ഇവിടെ ഞാനിക്കുണ്ടായ കഷ്ടത്തിന്റെ പ്രത്യേകത എന്റെ അഭിഷേകം കൊണ്ട് ഇതിനെ പരിഹരിക്കാൻ കഴിയുന്നില്ല. എന്നിൽ പകരപ്പെട്ട ദൈവശക്തി കൊണ്ട് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിൽ പകരപ്പെട്ട കൃപാവരം കൊണ്ട് ഇതിനെ പരിഹരിക്കാൻ പറ്റുന്നില്ല. എത്ര പേരെ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ കൊണ്ട് പലതും ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. നൽകപ്പെട്ട അധികാരം കൊണ്ട് പലതും നടക്കുന്നില്ല. ഉപവസിച്ചു നോക്കി മറുപടിയില്ല, പ്രാർത്ഥിച്ചു നോക്കി മറുപടിയില്ല, അധികാരത്തോടെ വെട്ടി നോക്കി മറുപടി ലഭിക്കുന്നില്ല, അഭിഷേകം റിലീസ് ചെയ്തു നോക്കി അത്ഭുതം നടക്കുന്നില്ല, പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല. അകത്തലങ്ങളിൽ സ്തോത്രം നിരാശകൾ ബാധിച്ചു. പുറമെ വിശ്വാസം ഉണ്ടെങ്കിലും അകത്തലങ്ങളില്
ആമേൻ. ഈ വിഷയത്തിനകത്ത് മറുപടി ഇല്ലാത്തത് കൊണ്ട്, ഈ വിഷയത്തിൽ മാത്രം അത്ഭുതം നടക്കാത്തത് കൊണ്ട് നിരാശ ബാധിച്ച പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഫലിക്കുന്നില്ല? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ വഴിയിൽ നിന്റെ പ്രാർത്ഥന ഫലിക്കാത്ത ചില സമയങ്ങളില്ലേ? പാസ്റ്റർമാരെ കൊണ്ട് കൈവപ്പിച്ച് നോക്കി, നടക്കുന്നില്ല. പലരെയും വിളിച്ച് പ്രോഫസി കേട്ട് നോക്കി, നടക്കുന്നില്ല. ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിച്ചു നോക്കി, നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അകത്തളങ്ങളിൽ നിരാശപ്പെട്ടു. ഇതല്ലേ അപ്പോസ്തലന് സംഭവിച്ചത്? ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അഭിഷേകത്തിന് മീതെ പ്രശ്നം വന്ന് കയറി നിൽക്കുക. കൃപാവരം വർക്കൗട്ട് ചെയ്യാത്ത ഒരു ഏരിയ വന്ന് നിൽക്കുക. കൽപ്പിച്ചിട്ടും മാറുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല. ചില രോഗങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാതെ പിന്തുടർന്ന പല വിഷയങ്ങൾ, അത് രോഗങ്ങളായിരിക്കാം, മറ്റ് പ്രശ്നങ്ങളായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ജോലിയിലുള്ള സ്ട്രഗിളിംഗ് ആയിരിക്കാം, വ്യത്യസ്ത പ്രതിസന്ധി ആയിരിക്കാം. എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ആത്മീകമായി കൈകാര്യം ചെയ്യാൻ നോക്കിയിട്ടും പരിഹരിക്കപ്പെടാതെ അകത്തളങ്ങളിൽ നിരാശ ബാധിച്ചവർ, വിശ്വാസം പോലും കുറഞ്ഞുപോയി, പ്രത്യാശ പോലും നഷ്ടപ്പെട്ടു പോയി, ദൈവത്തെ പോലും സംശയിക്കത്തക്ക തരത്തിൽ, പകർന്ന ശുശ്രൂഷയെ പോലും സംശയിക്കത്തക്ക തരത്തിൽ, പകർന്ന അഭിഷേകത്തെ പോലും സംശയിക്കത്തക്ക തരത്തിൽ ഈ പ്രശ്നം നമ്മുടെ തലയ്ക്ക് മീതെ കയറി നിൽക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ താൻ പറയുകയാണ്, ഞാൻ ഭാരപ്പെട്ടു, ഞങ്ങളിലെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൽ. ഒന്ന് വായിച്ച സിസ്റ്റർ 9-ാമത്തെ വാക്യം. അതെ, ഞങ്ങളിലെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. കണ്ടോ? മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഞങ്ങളിലെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം. ഇവിടെ തന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റുകയാണ്. അധികാരവും എല്ലാം മാറ്റിവെച്ചിട്ട് താനൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മളിൽ ആശ്രയിക്കാതെ, നമ്മുടെ സ്ട്രെങ്തിൽ ആശ്രയിക്കാതെ, നമ്മുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്തിലോ നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്തിലോ മറ്റ് യാതൊന്നിലോ ആശ്രയിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. പലപ്പോഴും നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുകയാണ്, പലപ്പോഴും വ്യക്തികളിൽ ആശ്രയിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആശ്രയം ദൈവത്തിൽ വെക്കാൻ പറ്റും? ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഈ മരണകരമായ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് ആശ്രയിക്കാൻ ഒറ്റ ഒരാളെ ഉള്ളൂ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ. ഗ്ലോറി. ഇസഹാക്കിനെ സ്തോത്രം, മരണത്തിന്റെ ആ യാഗപീഠത്തിൽ നിന്നും ഉയർപ്പിച്ചൊരു ദൈവമുണ്ട്. ലാസറിനെ 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്ന ലാസറിനെ ഉയർപ്പിച്ചൊരു ദൈവമുണ്ട്. ആമേൻ. യാഗ്രോസിനെ ഉയർപ്പിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവസന്നിധി ഒരാശ്രയം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. അതെ, ഇന്ന് രാത്രി മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കട്ടെ. ഒരു ഫുള്ളി ഡിപ്പെൻഡഡ് ആയിട്ട് ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. ഈ പ്രശ്നത്തിന് നടുവിൽ നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തിനല്ലാതെ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി നീ വ്യക്തികളിൽ ആശ്രയിക്കരുത്. നിന്റെ കൃപാവരങ്ങളിൽ, നിന്റെ സ്ട്രെങ്തുകളിലല്ല നീ ആശ്രയിക്കേണ്ടത്. നിന്റെ കഴിവിൽ, നിന്റെ ബലത്തിലുമല്ല നീ ആശ്രയിക്കേണ്ടത്. നിന്റെ ഫിനാൻഷ്യൽ ബന്ധങ്ങളിലുമല്ല നീ ആശ്രയിക്കേണ്ടത്. ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ നീ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. ഈ രാത്രി ദൈവത്തിൽ ആശ്രയിക്കാൻ നീ തയ്യാറാകുക. ഈ പ്രശ്നങ്ങളെ നീ കയറി വരാൻ പോവുകയാണ്. ഈ പ്രശ്നങ്ങൾ നീ കയറി വരാൻ പോവുകയാ. ഈ
പ്രതിസന്ധികളെ നീ മറികടക്കാൻ പോവുകയാണ്. ഓ, ഈ പോരാട്ടത്തെ നീ മറികടക്കാൻ പോവുകയാണ്. ഈ മരണം നിന്നെ വിട്ട് മാറാൻ പോവുകയാണ്. ഈ അപകടം നിന്നെ വിട്ട് മാറാൻ പോവുകയാണ്. ഈ രോഗം നിന്നെ വിട്ട് മാറാൻ പോവുകയാണ്. നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ അതിനകത്ത് പുറത്തെടുക്കാൻ പോവുകയാണ്. ഉടറമന ഘടക ജനഗതല ഘടക ദുരിഗമന ഘടക സൈഡിപികതന ഘടക സ്യംധര ആർദ്രഗമന ഘടക ജാലവർധുനി വൈഡിപികതന ഘടക സന്ദർക്കൗഷധിയ. ഇന്ന് രാത്രി ദൈവം ജലത്തിനെ പുറത്തെടുക്കാൻ പോകട്ടോ. ദൈവം ജലത്തിനെ വിടുവിക്കാൻ പോകണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ മരണകരമായി ആമി പ്രതിസന്ധി അനുഭവിക്കുന്ന രോഗികൾ ഈ രാത്രി ഹല്ലേലൂയ അവരുടെ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. അതേ, മരണത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു പോകട്ടെ. ആരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മരണത്തിന്റെ കെണികൾ പൊട്ടിപ്പോവുകയാണ്. നിന്നെ തകർത്തുകളെ ആന്തരിക തലത്തിൽ രോഗങ്ങളിട്ട്, അതേ പ്രശ്നങ്ങളിട്ട്, പ്രതിസന്ധിയിട്ട് നിന്നെ വലയ്ക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങളെ ഈ രാത്രി സ്വർഗത്തിലെ ദൈവം ഇറങ്ങിയതിനെ വെട്ടിക്കളയുന്ന രാത്രിയാണ്. അതരഘടക ജുഡിപികതന ഹതുരിപികുടയ ഹതനഘടകസി ആന്തൽ പ്രൗഢജനഘടക ജാനകക്ഷസി ആന്തര അർമന ജുഡിപി ഹതന പ്രവചനയ അർത്ഥജാന ഘടകസ്. ദൈവം ഇന്ന് രാത്രി ഇറങ്ങുന്നുണ്ട്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. താൻ പറയുകയാണ്, അതേ സ്വത്തിൽ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും അവൻ ഞങ്ങളെ വിടുവിക്കുകയാണ്. ഇത്ര ഭയങ്കര മരണത്തിൽ ഞങ്ങൾ വിടുവിക്കുകയാണ്. ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ തകർന്നു പോകുമെന്ന് ഞങ്ങളുടെ ഹൃദയം പറഞ്ഞു, ഞങ്ങളുടെ മനസ്സ് പറഞ്ഞു ഞങ്ങൾ ഇല്ലാതായി പോകും, ഞങ്ങളുടെ ഹൃദയം പറഞ്ഞു ഞങ്ങൾ നശിച്ചു പോകും, ഞങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവം ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കാൻ ശക്തനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ നിന്നെ പുറത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. അറമന ജുഡുബി ഹതന പ്രവന ജുഡുബി ഹന്തര ജാനകടകസി. ഇന്ന് രാത്രി ചില മരണായുധങ്ങളെ തെറിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. മരണത്തിന്റെ കെണികളെ ഇന്ന് രാത്രി പൊട്ടിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മരണ യോർദാനെ നീ മറികടക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലത് പുറത്തു വരട്ടെ, ചിലത് പുറത്തു വരട്ടെ. മരണ പോരുകൾ ഇന്ന് രാത്രി വെട്ടപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. ഓ, ഈ വചനം കൊണ്ട് ഞങ്ങൾ ആത്മാവിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. മരണശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുകയാണ്. മരണത്തിന്റെ കെണികളെ ബ്രേക്ക് ചെയ്യുകയാണ്. ശരീരത്തിനകത്തുള്ള വ്യത്യസ്ത രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുകയാണ്. ഓ, സാഹചര്യങ്ങളെ അലട്ടുന്ന ചില മരണശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുകയാണ്. ഓ റബബ റിഖമാൻ ഹന്തര ജാലവർധുന വൈഡിപികതന ഘടകസ്മൈനിയാന്തര. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും അവൻ ഞങ്ങളെ വിടുവിക്കും. അതെ, താൻ പറയുകയാണ്, അവൻ ഞങ്ങളെ വിടുവിച്ചു ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും. അതെ, ആ താമെ അപ്പോസ്തലനായ പൗലോസിനെ ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം വിടുവിച്ചെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ പ്രശ്നങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നീ ആശ്രയിക്കാൻ തയ്യാറാണോ? ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണോ? പലപ്പോഴും ഭർത്താവിൽ ആശ്രയിക്കുകയാണ്, പലപ്പോഴും മക്കളിൽ ആശ്രയിക്കുകയാണ്, പലപ്പോഴും ഭാര്യമാരിൽ ആശ്രയിക്കുകയാണ്, പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ആശ്രയിക്കുകയാണ്, പലപ്പോഴും മറ്റു സുഹൃത്തുക്കളിൽ ആശ്രയിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സ്ട്രെങ്തിൽ ആശ്രയിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിന്റെ ആശ്രയം ഒന്ന് മാറ്റ്. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു എന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തിൽ ആശ്രയിക്കും? ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ വിടുവിക്കുവാൻ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. പലരും അകത്തലങ്ങളിൽ ചില വിഷയങ്ങളുമായി നിരാശപ്പെടുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിലൊന്ന് ആശ്രയിക്കാമോ? ദൈവത്തിലൊന്ന് പരിപൂർണമായി ഒന്ന് കൊടുക്കാമോ? നമ്മുടെ കയ്യിൽ അത് വെക്കണ്ട. പൂർണ്ണമായി ദൈവസന്നിധിയിൽ നിന്ന് കൊടുക്കാൻ തയ്യാറായെങ്കിൽ, പൂർണ്ണമായി ദൈവസന്നിധി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ വിടുവിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട്. ഉടറാ മനയാ ശന്തര പ്രവദനയ അതരഘടക ജാലവർത്തുന വൈശ്യസ്നാനിയാന്തര അതൽ ഗൗഷസി വൈഡിബി ഹാന്തർ ഗൗഷസ് ബനാദിയ ജാനരഗതന ഘടക സതുരി വൈഡ പ്രൗഷസ്. ഇന്ന് രാത്രി ആശ്രയിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ വിടുവിക്കുവാൻ ദൈവം തയ്യാറാണ്. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തയ്യാറാണ്. യെസ്, ഞാൻ ആത്മാവിൽ പറയാം, ആസിയിലുണ്ടായ കഷ്ടം കൊണ്ട് പൗലൂസ് തീർന്നു പോയില്ലേ കേട്ടോ. ഇന്ന് രാത്രി ചിലതിനോട് ആത്മാവിൽ ദൂത് കൈമാറുകയാ. ഈ വിഷയത്തിൽ നീ തകർന്നു പോകത്തില്ല. ഈ വിഷയത്തിൽ നീ തീർന്നു പോകത്തില്ല. പിശാച് ഇതിനെ നോക്കി പറയും, ഇസബേൽ ഏലിയാവിനെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ ഈ നേരത്ത് നിന്നെ അവരൊരു പ്രവാചകനെ പോലെ ആകുന്നില്ലെങ്കിൽ എന്റെ ദേവന്മാർ എന്നോട് അധികവും ചെയ്യട്ടെ. ഒരു ദിവസത്തെ വഴി ദൂരെ ചെന്ന് ചൂരച്ചെടി തടലിക്കിടന്നിട്ട് ഏലിയ പറഞ്ഞൊരു കാര്യമുണ്ട്, മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ആ മരണായുധം അവനെതിരെ കടന്നു വരികയാണ്.
ഇസബേലിന്റെ ശരങ്ങൾ പോലുള്ള വാക്ക തീയമ്പ് ആമേൻ ഏലിയാവിന് നേരെ കടന്നു വരികയും ഇന്ന് രാത്രിയിൽ നിനക്കെതിരെ വരുന്ന തീയമ്പുകളെ ദൈവം ഓടിച്ചു കളയാൻ പോവുകയാണ്. ഉടറമന ഹസ്മദാല ജാനകക്ഷസി വൈഡിബി ഹട്ടസ്മാന്യ. ഈ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ഐഡിക്കകത്ത് ആരെങ്കിലും ഏഞ്ചൽ എന്ന് പറയുന്ന ഐഡിക്കകത്ത് ആരാ ഉള്ളത്? ഷാൽബ്ര ഹസ്മന ദിഗൽഖനാദിയ ജാനരഗതനഘടകസ്മനാദിയ റംഷ്മാനഘടകസ്. കേൾക്കാമോ? ആ ഐഡിക്കകത്ത് കേൾക്കാമോ? ഏഞ്ചൽ എന്ന് പറഞ്ഞു. നിനക്കെതിരെ വരുന്നൊരു മരണായുധമുണ്ട് കേട്ടോ. നിനക്കെതിരെ വരുന്നൊരു മരണായുധത്തെ ദൈവം ഇന്ന് രാത്രി ഒടിച്ചു കളയുകയാണ്. റംഷ്മന, നിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് പറഞ്ഞു, നിന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില ശക്തികളുണ്ട്. നിന്നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി രഗജല പ്രൗഷസി അതൽ കൗഷസി ജാനക നിന്നെ തകർക്കുമെന്ന് പിശാച് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന് ആത്മാവ് നിന്നോട് പറയുന്നു, നിനക്കെതിരെ വരുന്ന ആ മരണത്തിന്റെ ശരങ്ങളെ ദൈവം ഒടിച്ചു കളയുന്ന രാത്രിയാണ്. അർത്ഥൽ കൗഷസി ജാനഘടകസ് അതരജനഘടക ജഗൽഖരാ ധുരിപിരിപിരിപി ജാനഘടകസ് അധുരിപിഘടക ജാനകക്ഷസ്. കഴിഞ്ഞ ചില നാളുകളായി പിശാചിനെ ടാർഗറ്റ് ചെയ്ത് നിനക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവം തന്നെ അതിനകത്ത് പുറത്തെടുക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക തന്ത്രത്തെ ഇപ്പോൾ മകളുടെ ലൈഫിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുകയാണ്. നിങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി കണക്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? വിദേശവുമായി ബന്ധപ്പെട്ട് എന്റെ ബ്രദർ ഇൻ ലോ റഷ്യയില, പക്ഷെ ഇപ്പൊ ബാംഗ്ലൂരിലുണ്ട്. ഹസ്മന ദിഗൽഖമന അടകജനഘടക സതുരി ജാലവർത്തുനി വൈശ്യസ്മാനിയാംധരി റമന ഹതുരി ബികുട്ടയ ഹദനഘടക ജഗൽഖന സതുരി ജാന റംഷ്മന ദിഗൽഖൗഷസി അന്തൽ പ്രവചന ധുരിബിഘടകം ജാന രഗതനഘടക ജഗൽഖൗഷസിയാംധര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി മകളുടെ കുടുംബത്തിനകത്ത് പലതിനെയും യേശുവിന്റെ രക്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കാവൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കാവൽ ഉണ്ടാകുന്നില്ല. മരണായുധങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ യേശുവിന്റെ നാമം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ റബ ഹൽഖസ്മാനിയാം തര. യെസ് ആമേൻ. ഇവിടെ ഓക്കെ സിസ്റ്റർ, ഇവിടെ പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു. എങ്ങനെ വിടുവിച്ചത്? തികഞ്ഞ ദൈവാശ്രയത്തിൽ. അതെ ആമ, ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ തന്റെ സ്ട്രെങ്ത് ഫലിക്കാത്തത് കൊണ്ടല്ലേ, തന്റെ ആമീൻ അഭിഷേകം ഫലിക്കാത്ത ഒരു ഏരിയയിലായതുകൊണ്ടല്ലേ ആശ്രയം താൻ വെച്ചത് ദൈവസന്നിധി. ഇന്ന് രാത്രി ഞാൻ പറയാം, ആമേൻ, നമ്മുടെ ആശ്രയം ദൈവത്തിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ, പല പ്രാർത്ഥനകളും ഫലിക്കാതെ വരുമ്പോൾ ആശ്രയം ദൈവത്തിൽ വെക്കും. ഏലിയാവ് അതേ സ്തോത്രം അവിടെ ഒന്നും ഫലിക്കാത്ത ഒരു അന്തരീക്ഷമാണ്. എന്ന് പറഞ്ഞാൽ ആ സൂരച്ചിന്റെ തണലിൽ താൻ ചിന്തിക്കുന്നത് മരിക്കാനാണ്. കാരണം ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. താൻ പറയാം, ഇനി എന്റെ പിതാക്കന്മാരെയൊക്കെ ഞാൻ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാൻ താൻ ഇരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൂതൻ അവിടെ ഇറങ്ങി വരുവാനിടയത്. സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് തന്റെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. തനിക്ക് കൊടുത്ത ആഹാരവും വെള്ളം നിമിത്തം അവിടെ സേവ് ചെയ്യപ്പെടുന്നത് തന്റെ ജീവനെയാണ്. ആ മരുഭൂമിയുടെ പ്രത്യേകത, ആ മരുഭൂമിക്കകത്ത് ആഹാരം കഴിക്കാതെ കിടന്ന നിശ്ചയമായിട്ടും ആമൻ ആഹാരം കഴിക്കാതെ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആദ്യം ദൈവവും അടയും വെള്ളവും കൊടുക്കുന്നത് കൊടുക്കുന്നത് എന്തിനെന്നറിയാമോ? അവന്റെ മരണക്കെട്ടിനെ ബ്രേക്ക് ചെയ്യാനാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, നിന്റെ മരണക്കെട്ടിനെ ദൈവം ഈ രാത്രി ബ്രേക്ക് ചെയ്യുകയാണ്. ഊറാബ ശിഖമന ഹതുരജനഘടകസിയ റംഷ്മന ദിഗൽഖമനഘടക ജാനകക്ഷസിയ. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ചില ശരീരങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉടയ റമന ഹസിയാന്തൻ, ആ മോൻസി ഫാമിലി ആ ബ്രദറിന്റെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ആ ബ്രദറിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. നിനക്കെതിരെയുള്ള മരണായുധങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ബ്രേക്ക് ആകുകയാണ്. ഷിഖമാന ഹതുരിപിഘടക. നിന്റെ ബ്രദറെ നിങ്ങളുടെ വയറിനകത്തോട്ട്, വയറും നെഞ്ചും കൂട്ടി ഒന്ന് കൈയൊന്ന് വെച്ചാട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്തോട്ട് വ്യാപരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഈ മകനെതിരെ വരുന്ന മരണായുധങ്ങളെ ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ ബ്രേക്ക് ആകട്ടെ. ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒരു ഫ്രീഡം ഇന്ന് രാത്രി സംഭവിക്കട്ടെ.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു ഫ്രീഡം ഇന്ന് രാത്രി സംഭവിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ചിറങ്ങുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ചിറങ്ങുന്നു. റാൽമ സിയാംധര ജാനകക്ഷസിയ ററ്റസ്മേനിയാന്തര വൗഷരം ധനാദിയ റാൽമ സിയാംധര ജനദിയ ഹക്ഷസ്മാനിയാന്തര. ഒരാഴത്തിലൊരു ഡെലിവറൻസ് ഇപ്പോൾ ഈ മകന്റെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു ഡെലിവറൻസ് ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരു ഡെലിവറൻസ് ഇപ്പോൾ സംഭവിക്കട്ടെ. ആ ശരീരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു ഹീലിംഗ്, ഒരു ഡെലിവറൻസ് ഇപ്പോൾ ആ മകന്റെ മേൽ സംഭവിക്കട്ടെ. ഒരു പ്രൊട്ടക്ഷൻ ആ മകന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആ മകനെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ബ്ലസ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചേ, ആ ഏലിയാവ് ഒരു അട കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഒരു അല്പം വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവിടെ വെച്ച് മരണായുധത്തെ സ്വർഗത്തിലെ ദൈവം അവന്റെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ദൈവം പറയുകയാണ്, അവിടെ നിനക്ക് ഒതുങ്ങാൻ പറ്റത്തില്ല, നിനക്ക് ഇനിയും ദൂരം സഞ്ചരിക്കാനുണ്ട്, ദൂരം സഞ്ചരിക്കാനുണ്ട്. അതെ, വളരെ ദൂരം പോകാനുണ്ട്. ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, വളരെ ദൂരം നിനക്ക് യാത്ര ചെയ്യാനുണ്ട്. സ്തോത്രം, ആമേൻ. അവിടെ ഏലിയാവിന്റെ ജീവനെ ദൈവം സംരക്ഷിക്കുകയാണ്. എന്നാൽ ഞാൻ മടങ്ങി വരട്ടെ. ആമേൻ. പൗലോസ് പറഞ്ഞു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും അവൻ ഞങ്ങളെ വിടുവിച്ചു, ഇനി മേലാലും വിടുവിക്കും. അടുത്ത വാക്യം ഒന്ന് വായിച്ചു തരാം. അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരാമോ? ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങളിൽ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ അതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ പറയാം, അപ്പോസ്തലനായ പൗലോസ് ആമേൻ ആ പ്രതിസന്ധി നിന്ന് വിടുവിക്കപ്പെടാനുള്ള രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ അത് ആശ്രയമായിരുന്നെങ്കിൽ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു വലിയ കവചമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രതിസന്ധിക്കകത്ത് പുറത്തു വരുന്ന ഒരു പ്രാർത്ഥന വലയം അപ്പോസ്തലനുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര വലിയ പ്രവാചകനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ശുശ്രൂഷകനാണെങ്കിലും, എത്ര വലിയ കൃപാവരം നിങ്ങൾക്കുണ്ടെങ്കിലും, പുറകിൽ പ്രാർത്ഥിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോയാ. പുറകിൽ പ്രാർത്ഥിക്കാൻ ആള് വേണം. ഒറ്റയാൽ പട്ടാളമായി നിനക്ക് ഈ മേഖലയിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒരു കൃപാവരം കിട്ടിക്കഴിയുമ്പോൾ, ഒരു ശുശ്രൂഷ കിട്ടിക്കഴിയുമ്പോൾ, ഒരു അഭിഷേകം, ഒരു പ്രവചനം കിട്ടിക്കഴിയുമ്പോൾ, ഇനി എനിക്ക് ആരെ ആവശ്യം വേണ്ട, ഇനി എനിക്ക് ഫ്രണ്ട്ഷിപ്പും വേണ്ട, ഇനി ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞ് പോകാനല്ല. നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു പ്രാർത്ഥനയുടെ വലയം നിനക്ക് ആവശ്യമാണ്. ഒരു പലരായുണ്ടായ ദൈവകൃപ പലർ നിമിത്തം സ്തോത്രം ഉണ്ടാകാൻ ഇടവരും. അർത്ഥാൽ ഇന്ന് രാത്രി പലർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പലർ നിനക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് വിരോധമായി വരുന്ന ചില മരണായുധങ്ങളെ ദൈവം വെട്ടിക്കളയുവാനിടയായി തീരും. ഗ്ലോറി ടു ഗോഡ്. നിനക്ക് വരുന്ന ചില പ്രതിസന്ധികളെ തമ്പുരാൻ വെട്ടിക്കളയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അന്തരീക്ഷം നമ്മുടെ ഭവനത്തിനകത്തുണ്ടാകട്ടെ, നമ്മുടെ സഭയ്ക്കകത്തുണ്ടാകട്ടെ, കൂട്ടായ്മയ്ക്കകത്തുണ്ടാകട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി, നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ശൈലി ഇത് മാറട്ടെ. നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വാചകം പലരുടെയും പ്രതിസന്ധി നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ശക്തിയുള്ളതാണ്. അപ്പോസ്തലൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥന. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ശക്തനായ കരുത്തനായ ഈ അഭിഷിക്തന് സാധാരണ ആളുകളുടെ പ്രാർത്ഥന ആവശ്യമായി വന്നിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം ആവശ്യമായി വന്നു? പലർ നിമിത്തം വന്ന ദൈവകൃപ, പലരുടെ പ്രാർത്ഥനയുടെ തുണ ഇന്ന് രാത്രി നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നിഗളിച്ചു പോകരുത്, നമ്മൾ അഹങ്കരിച്ചു പോകരുത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് സ്തോത്രം, ആമേൻ, ഒരു ഉയർച്ച നമ്മളിൽ വരരുത്. പലർ നിമിത്തം വ്യാപരിക്കുന്ന ദൈവകൃപയാണ് നിന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാൻ സഹായകമാകുന്നത്. ദൈവത്തിന്റെ പൈതലെ, ആരെങ്കിലുമൊക്കെ നമ്മളെ ഓർത്ത് സ്തോത്രം പറയുന്നത് കൊണ്ടാണ് നമ്മളെന്നും ജീവനോട് ഇരിക്കുന്നതെന്ന് മറക്കരുത്. നമ്മൾ തകർന്നു പോകാതിരിക്കുന്ന മറക്കരുത്. അതൊന്നും നിഗളിക്കാൻ നമുക്കൊന്നുമില്ല. ഇന്ന് രാത്രി പലരായുണ്ടായ ദൈവകൃപ, പലർ നിമിത്തമെന്ന പ്രാർത്ഥന, അതിന്റെ റിസൾട്ടാണ് നമ്മൾ നിലനിൽക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം,
നമ്മുടെ അഭിഷിക്തന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ആത്മീക സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതേ സ്തോത്രം, അതേ ദൈവമക്കളെ ഓർത്ത് ഒരു സ്തോത്രമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ നമ്മൾ നിമിത്തം കൃപ അവരിലേക്ക് വർദ്ധിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആ കൃപ വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ കാവല പറമ്പൽ വരും. അതുകൊണ്ട് പൗലോസ് പറയെ, ഇത്ര ഭയങ്കര മരണത്തിൽ ഞങ്ങളെ വിടുവിക്കാൻ കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രാർത്ഥനയുടെ ഒരു സംരക്ഷണ നമുക്ക് ആവശ്യമാണ്. ഞാൻ എന്ന ഭാവങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ഇന്ന് ഉടഞ്ഞു പോകണം. നമ്മൾ എന്തെങ്കിലും ആണെന്നുള്ള ചിന്ത ഇന്ന് രാത്രി ഉടഞ്ഞു പോകണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന സർക്കിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകണം ദൈവമക്കളെ. ചിലരാരുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഒറ്റയ്ക്ക് ജീവിക്കുക. ആരും വേണ്ട, ഞങ്ങൾക്ക് ആരും വേണ്ട. പണമുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, ആരും ഞങ്ങൾക്ക് വേണ്ട. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ നിനക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാൻ കാണത്തില്ല. എന്നാൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥന ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുത്താൽ നാളെ നിന്റെ പ്രശ്നത്തിൽ നീ പോലും അറിയാതെ നീ പുറത്തു വരുവാനിടയെത്തും. അതാണ് പ്രാർത്ഥനയുടെ ബലമെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന ആ തരത്തിലൊരു പ്രാർത്ഥനയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്. പരസ്പരം പ്രാർത്ഥിക്കാൻ മാത്രം സമയങ്ങൾ കണ്ടെത്തുക. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരാൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുക. പലർ നിമിത്തം വ്യാപരിക്കുന്ന ദൈവകൃപ ഒരു വലിയ സംരക്ഷണയായി മാറും. അതാണ് ഉണർവ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു ദൈവിക ഉണർവ് നമ്മുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. പലർ നിമിത്തം വരുന്ന ദൈവകൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ ചലിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അതെ, തകർന്നു പോകാതെ നിന്നെ സംരക്ഷിക്കുന്നത്, അതെ നശിച്ചു പോകാതെ നിന്നെ സംരക്ഷിക്കുന്നത് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയിൽ നമ്മെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ്. പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ വാതുറക്കുമ്പോൾ വചനം എനിക്ക് നൽകപ്പെടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അനേകർ ഇടിവ് നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ പുറകിൽ ആരെങ്കിലും ഇടിവ് നിൽക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്തോത്രം വളർന്നു പോകും, നമ്മൾ ഉയർന്നു പോകും. അതെ, നമ്മുടെ ഭവനത്തിലുള്ളവരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉദ്ബോധിപ്പിക്കട്ടെ. നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ പലരും എഴുന്നേൽക്കട്ടെ. അങ്ങനെ ഒരു സീസൺ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവം തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഇടിവ് നിൽക്കുന്ന ചിലർ എഴുന്നേൽക്കണം. ശ്രദ്ധിച്ചേ, നമ്മൾ പലരും പ്രാർത്ഥിക്കും, പക്ഷെ നമ്മൾ ഇടിവ് നിൽക്കത്തില്ല. വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? ഈ പല വിധത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. സാധാരണ പ്രാർത്ഥനയുണ്ട്, ഇടിവ് എന്നുള്ള പ്രാർത്ഥനയുണ്ട് കേട്ടോ. സാധാരണ പ്രാർത്ഥനയുടെ കാലഘട്ടം കഴിഞ്ഞു. എന്നാൽ ഇടിവ് നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ പത്രോസിനെ കാരാഗ്രഹത്തിൽ പുറത്തു കൊണ്ടുവന്ന ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങുമെന്നേ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾക്കറിയാമോ, ഏലിയ പ്രവാചകൻ വിധവയുടെ ഭവനത്തിൽ താമസിക്കുമ്പോൾ ആ ഭവനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്ന ആ ആഹാര സംബന്ധമായ പ്രശ്നത്തെ പരിഹരിച്ചതിന് ശേഷം ആ ഭവനത്തിൽ താമസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് ആ ഭവനത്തിനകത്ത് മരണം സംഭവിക്കുന്നത്. അവിടെ തലമുറ മരിച്ചുപോയി. പ്രവാചകൻ ആ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. ഇന്ന് എത്ര പ്രവാചകന്മാർ അങ്ങനെ ഉണ്ട്? പലപ്പോഴും ഇങ്ങനെ നമ്മുടെ തല ടാപ്പ് ചെയ്ത് പോകുന്ന ശുശ്രൂഷകന്മാരാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇടിവിൽ നിൽക്കുന്ന ആളുകൾ കുറവാണ്. ഒരു വിഷയം പറയുമ്പോൾ ഇടിവിൽ നിൽക്കാൻ പലരും തയ്യാറല്ല. സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ കോവിഡിന്റെ സമയത്ത് നിങ്ങൾക്കറിയണോ, ഓൺലൈൻ മീറ്റിംഗ് നടന്ന സമയത്ത് ഒരാൾക്ക് വേണ്ടി ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ സമയം എടുക്കുക. എൻ്റെ വായ്ക്കൂടെ ബ്ലഡ് വന്നിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ആരും തയ്യാറല്ല. നമ്മുടെ വിഷയത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങി പോവുക.
എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സമയം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ഏലിയാവിനെ പോലെ സമയം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഉയർപ്പ് നടക്കും. അല്ലാതെ മരിച്ചവർ ഒരു സുപ്രഭാതം ഒരു മരിച്ച വീട്ടിൽ ചെന്നിട്ട് യേശുവിൻ നാമത്തിൽ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. നിങ്ങൾ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി നമ്മുടെ മൈൻഡ് ഒന്ന് മാറട്ടെ. ചിലർക്ക് വേണ്ടി ഒന്ന് ഇടിവി നിൽക്കാൻ നമ്മൾ തയ്യാറാകട്ടെ. മണിക്കൂറുകൾ ചിലർക്ക് വേണ്ടി ഒന്ന് ഇടിവി നിൽക്കാൻ നാം തയ്യാറാകട്ടെ. ഒരാൾ പ്രതിസന്ധിക്കകത്ത് കിടക്കുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സമയങ്ങളെ വേർതിരിക്കാൻ നാം തയ്യാറാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ അഭിഷേകവും വർദ്ധിക്കും, അവരും വിടുവിക്കപ്പെടും. നമ്മുടെ അഭിഷേകം വർദ്ധിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്നറിയാമോ? നമുക്ക് പകരാൻ കഴിയത്തില്ല. ഈ ഒരു കാര്യമുണ്ട്, ഏലീശ പ്രവാചകന്റെ കാലഘട്ടത്ത് വിധവയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അയൽവക്കത്തുനിന്ന് പാത്രങ്ങൾ വാങ്ങിച്ച് നിന്റെ വീട്ടിലിരിക്കുന്ന എണ്ണ ആദ്യം നീ പകരാൻ പറഞ്ഞു. അവൻ എത്ര പേര് അങ്ങനെ ചെയ്യാൻ തയ്യാറുണ്ട്? അയൽവക്കത്തുനിന്ന് വെറും പാത്രങ്ങൾ വാങ്ങി വീട്ടിലിരിക്കുന്ന വർദ്ധിച്ചു വരുന്ന പാത്രത്തിൽ നിന്നും എണ്ണ അതിലേക്ക് പകർന്നു പകർന്ന് 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 എത്രത്തോളം പാത്രം വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം പകർന്നു. അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഒരു മിറക്കൽ എന്ന് പറയുന്നത് അയൽവക്കത്തെ പാത്രങ്ങൾ നിറഞ്ഞു. രണ്ടാമത്തെ മിറക്കൽ എന്ന് പറയുന്നത് അവളുടെ കടം മാറി. ഞാൻ പറയാം, നിങ്ങൾ പകരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അഭിഷേകത്തിന്റെ റേഞ്ച് മാറാൻ പോവാ. നമ്മൾ ഈ പ്രാർത്ഥനയും അഭിഷേകം എല്ലാം നമ്മൾ പ്രാപിക്കും, നമ്മൾ കൊടുക്കുകയില്ല. ഈ ഇരട്ടിപ്പങ്ക് പ്രാപിച്ച പ്രവാചകനെ ഏലീശ മരിച്ച നിങ്ങൾ എങ്ങനെ അറിയാം? മാരകമായ രോഗം വന്ന് മരിച്ചു. കാരണം എന്നറിയാമോ? പകർന്ന അഭിഷേകം കൊടുക്കാൻ പറ്റിയില്ല. ഏലിയോ മരിക്കാത്ത സ്വർഗത്തിൽ പോയി. കാരണം പകർന്ന സാധനം എന്ത് ചെയ്തു? അടുത്ത ജനറേഷന്റെ മേൽ പകർന്നു. എന്നാൽ ഏലീശ അടുത്ത തലമുറയുടെ മേൽ പകർന്നില്ല. എന്ത് സംഭവിച്ചു? മരിക്കത്തക്ക രോഗം വന്ന് ഏലീശ മരിച്ചു. അവസാനം ഏലീശയെ കൊണ്ട് കുഴിച്ചിട്ടു. തിരുവചനം വായിക്കുന്നു, കുഴിച്ചിട്ട സ്ഥലത്ത് ഒരു പടയാളി കൊണ്ട് അത് മരിച്ചൊരുവനെ കൊണ്ട് എറിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന അസ്ഥിക്കകത്ത് അതേ അസ്ഥിയിലേക്ക് അവന്റെ ബോഡി തട്ടിയപ്പോൾ തിരുവചനം വായിക്കുകയാണ്, ആ ബോഡി എഴുന്നേറ്റ് വന്ന്. കാരണം അവന്റെ ശരീരത്തിൽ മിച്ചം വന്ന അഭിഷേകം ആ അസ്ഥിക്കകത്ത് കുമിഞ്ഞുകൂടി കിടക്കുക. എന്താ കാര്യം? കൃത്യസമയത്ത് പകരാഞ്ഞതുകൊണ്ട് ആ അഭിഷേകം അവിടെ മിച്ചം വന്നു. ഞാൻ പറയാം, നമ്മളിൽ പകരപ്പെട്ട നിയോഗം മറ്റുള്ളവരേക്ക് പകരാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ, അതിന് നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാകണം. അതിന് നമുക്കൊരു ഹൃദയം ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥതയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം, കാരാഗ്രഹത്തിൽ ചിലത് പുറത്തു വരും. ചില പത്രോസുമാരുടെ കെട്ടഴിയും. ദൂതന്മാർ കാരാഗ്രഹങ്ങളിൽ ഇറങ്ങും. ഉടറമന ഹതരഘടകൾ സൈഡികഘടകൾ ജാലവർധുനിയാന്തേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന് അത്ഭുതം നമ്മൾ കാണാൻ പോവുകയാണ്. അതെ, പൗലോസ് പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അതുകൊണ്ടത്രേ ദൈവം എന്നെ വിടുവിച്ചത്. ഈ രാത്രി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ, സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എന്നാൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം അന്വേഷിക്കുകയാണ്. സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം അന്വേഷിക്കുകയാണ്. ഒരു പ്രാർത്ഥന മനുഷ്യനെ ദൈവം അന്വേഷിക്കുകയാണ്. ഈ രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമ്മിൽ പകർന്ന അനേകരിലേക്ക് പകരാൻ, നമ്മിൽ പകർന്ന ദൈവകൃപ അവർ അനേകരൊക്കെ റിലീസ് ചെയ്യാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. റാംഷ്മാനി യാംധര ജനതീയ ഹക്ഷസ്മാനി യാംധര. അവൻ ക്രിസ്ത്യൻ ദൈവദാസനെ, നിങ്ങളുടെ മേൽ വലിയൊരു അഭിഷേകം ദൈവം ഇടും കേട്ടോ. അത് അനേകരിലേക്ക് പകരത്തക്ക തരത്തിൽ ദൈവം നിങ്ങളെ അതേ സ്തോത്രം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. റംഷ്മന ദുരിബി ഹദന പ്രഭാനഘടകസിയ. അത് ഏലീശയുടെ മേൽ ഇരട്ടി പങ്ക് വന്ന് വീണതുപോലെ നിങ്ങളുടെ മേൽ ശക്തമായ ഒരു അഭിഷേകം വന്ന് വീഴും. അർമന ചുടി ഇപ്പോഴുള്ള അളവിലല്ല നിങ്ങൾ പ്രയോജനപ്പെടാൻ പോകുന്നത്. അടുത്ത തലത്തിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തിയെടുക്കാൻ പോവുകയാ. ശക്തമായ ഹീലിംഗുകൾ നിങ്ങളുടെ ശുശ്രൂഷ നടക്കാൻ പോവുകയാ. എസ്പെഷ്യലി ഹീലിംഗുമായി ബന്ധപ്പെട്ടാണ്
നിങ്ങളുടെ ശുശ്രൂഷ കിടക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഭയങ്കര സൗഖ്യങ്ങൾ നടക്കും. രോഗികൾ സൗഖ്യമാകാൻ പോവുകയാ. റംഷ്മന ദുരിബി ഹതന പ്രവചനയ അതരഘടക ജാന, അതുപോലെ ഈ പ്രൊഫറ്റിക് റലം നിങ്ങൾ ഭയങ്കരമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. റംഷ്മാന ഹദൽ കൗശസി അന്ധന, അനേകരെ വിടുവിക്കുന്ന ഒരു വിടുതലിന്റെ അഭിഷേകവുമായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഉടയാ റംഷ്മന ദുരിബി ഹതന പ്രവന ചുടുബി. വാക്തത്വം വെളിപ്പെടുത്തുന്നത് വാദിക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവം അതിനകത്ത് നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാണ്. അന്തർഗമന ഘടക ജാനകക്ഷി വൈഡിബി ഹക്ഷസ്മാനിയ, നിന്റെ ലിമിറ്റേഷൻസുകളെ ദൈവം ബ്രേക്ക് ചെയ്തിട്ട് നിന്നെ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരും. അതേ എബേസിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവന്റെ അതിരുകളെ ദൈവം വിശാലമാക്കി. അവനൊരു വ്യസനപുത്രനായിരുന്നു, എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ വിശാലമാക്കി. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ദൈവാത്മാവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. റംഷ്മൻ, നിനക്ക് വേണ്ടി ഒരു സീസൺ ദൈവം തുറക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസനെ ഞാൻ ഇന്ന് രാത്രി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ചിലതിനെ ദൈവം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കട്ടെ, അടുത്ത തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകട്ടെ. റംഷ്മന ജുഡിബി ഹദന പ്രവദനയ. പ്രാർത്ഥനയിൽ ഇനി സിസ്റ്ററെ, പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നീ പോരാടേണ്ട ദിവസങ്ങളാണ്. പ്രാർത്ഥനയിൽ നീ ദിവസങ്ങളിൽ ഉഴപ്പരുത്. പ്രാർത്ഥനയിൽ നീ പോരാടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ചിലതിന് വേണ്ടി നീ ഇടിവ് നിൽക്കണം കേട്ടോ. ചിലതിനു വേണ്ടി നീ ശക്തമായി പ്രാർത്ഥിച്ചു. പിശാച് പലതിനെയും പോരാടി വല്ലാതെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ചിലതിനെ പുറത്തെടുക്കേണ്ടത് ആവശ്യമാണ്. റംഷ്മന, സമയങ്ങളെ ദൈവസന്നിധി വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. അതരജലഘടക ജാലവർധുന വൈഡിബിരി ഹക്ഷസ്മാനിയാംധര അർമന ജുഡില. അതിൽ ആത്മീക റെസ്പോൺസിബിലിറ്റികൾ നിനക്കുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കണം. റംഷ്മന ദിഗൽഖമന, അതിനായി ദൈവം നിന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് നിന്നെ അതിനുവേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കും. റാദൽ കൗശസിയ അടകരക ജനഘടക ജാലവർധുനി വൈശ്യസ്മാനിയാം ധര. സിസ്റ്റർ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിങ്ങളുടെ? പാസ്റ്റർ എന്റെ വൈഫാണ്. ആരെയാ? എന്റെ ക്രിസ്റ്റിന്റെ. ഓ, പ്രൈസ് ദി ലോർഡ്. ആ സിസ്റ്റർമേൽ ഭയങ്കരമായ അതേ റാദൽ കൗശസി വൈഡിബി ഹക്ഷ ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവിനെ ഇടപെടുകയാണ്. അടക ജനഘടകസ്യ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നീ പോരാടി. അതേ സ്തോത്രം. ദൈവാസന എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ നിങ്ങളുടെ വൈഫാണ്. ദൈവം അങ്ങനെ എന്നോട് പറയുകയാണ്, പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നീ ഉണരണം. നിന്റെ കുടുംബത്തിൽ നീ ശക്തമായിട്ട് ചിലർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങളും വിടുതലുകളും നടക്കാൻ പോവുകയാണ്. റദലമനഘടിക ദുരികജന ഭൗഷ്യസ്യാംധന അർത്ഥൽ കൗശസി ജാനകക്ഷ സന്ദരേ ജഗത് പ്രൗഷ്യസ്യാംധൻ. അടക നീ ഉണരാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയെ നീ ഉണരണം. പ്രാർത്ഥന നീ പോരാടണം. നിന്നെ പരാജയപ്പെടുത്താൻ, നിന്നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കാൻ പിശാചി ശത്രു വളരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നീ ജയിക്കണം കേട്ടോ. ദൈവം നിന്നെ ശക്തമായി പ്രയോജനപ്പെടുത്തും. അടകമനയ പ്രവചന ഘടകസി അസ്തൽക്കനം ദുരി ജാനപ്രൗഷസി ഉടയാ റമന ഹതുരിബി കുട്ടയ ഹതനഘടക ജാലഘടസി അർത്ഥവേദികമ്പം ചൂടപ്രഭം ദുനി ഹക്ഷസ്മാന ഘടകം ജാനരഗതന ഘടക ധൂരപ്രൗഷസി അംധന അതരം ജഗൽ കൗശസി വൈഡിബി ഹംദർ കൗശസി ആംധൻ അതരജനഘട. നിന്നെ അലട്ടുന്ന പല നെഗറ്റീവുകൾ നിനക്കെതിരെ ആയുധമായി പിശാച് അയക്കുമ്പോൾ അത് ഈ ദിവസങ്ങൾ ഇതിനെ ആത്മാവിൽ കയറി ബ്രേക്ക് ചെയ്യാൻ നീ തയ്യാറാകണം. നിനക്ക് വലിയൊരു മിനിസ്ട്രി ഉണ്ട്. ഭയങ്കര കൃപ ദൈവം നിന്റെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല ദിവസങ്ങൾ നീ അത് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. നീ ഉപയോഗിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ വലിയ സമാധാനം, വലിയ അനുഗ്രഹവും വെളിപ്പെട്ട് വരും. റാദൽ കൗശസി വൈഡിബി ഹതന. വാക്തത്വങ്ങൾ നിനക്കുണ്ട്, അതെല്ലാം ദൈവം വെളിപ്പെടുത്തും. പലതും ഇങ്ങനെ ഡിലേ ആയി കിടക്കുന്നത് നിന്റെ ജീവിതത്തെ കർത്താവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. കർത്താവെ, ആ മകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരുപോലെ ദൈവം ആ കുടുംബത്തോട് പ്രവചിച്ചെങ്കിൽ അതെ, അതിനകത്തൊരു കണക്ഷൻ ഉണ്ടല്ലോ. യേശുവിന്റെ നാമത്തില് കർത്താവിന്റെ വലിയ കരം അവരുടെ മേൽ ചലിക്കട്ടെ. ഓറിവാന ഹസി മനാജുഡി ധരാ മനാദിതി ആന്തർ കൗശസി ജാനകക്ഷസി വൈഡിബി അതരജനഘടക ജാലപ്രൗഷസി വൈഡിബി ഹത്തുൽ കൗശസിയ. അതര ചില കൺഫ്യൂഷൻസുകൾ ചിലരുടെ ലൈഫിൽ നിന്നും ദൈവം മാറ്റാൻ പോയി. ചില കൺഫ്യൂഷൻസുകളെ ദൈവം ചിലരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് അത് അടുത്തൊരു നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. ജോയൽ, നിന്റെ ജീവിതത്തിനകത്ത് വലിയ ഒരു മേഖല ദൈവം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. കൺഫ്യൂഷൻസുകൾക്കകത്തിട്ട് നിന്നെ വലയ്ക്കാൻ നിൽക്കുന്ന പിശാചിന്റെ പോരുകൾ നിനക്കെതിരെയുണ്ട്. റാഖാമാനിയ അന്തൽ പ്രൗഷസി അതൽ കൗശസി ജാനകക്ഷസിയ അടകരഗജന പ്രൗഷസി വൈഡിബി ഹക്ഷസ്മാനിയാം ധര റദൽ മൗഷസി വൈഡിബി ഹദന ജഗന രഗജന ഹദല പ്രൗഷസി ജാനരഗതന ഘടക ജാലവക്ഷസിയാം ധന അതരം ജഗക്ഷസി വൈഡ പ്രൗഷസി അർത്ഥപ്രൗഢ ജാനകക്ഷസി. നീ ഒരുങ്ങിക്കോ, നീ പ്രിപ്പയർ ആയിക്കോ, നീ തയ്യാറായിക്കോ. ദൈവം നിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി
അയക്കാൻ പോവുകയാണ്. ദൈവം ചില കാര്യങ്ങൾക്ക് വേണ്ടി നിന്നെ അയക്കും. നിന്റെ ലൈഫിന് അയക്കപ്പെടലുകൾ, ചില മൂവിങ്സുകൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ലൈഫിൽ ശക്തമായ ദൈവം വെളിപ്പെടുത്തുക. റാദൽ കൗശസി അകത്തലങ്ങളിൽ നിരാശകളെ ദിവസങ്ങളിൽ പൊട്ടിച്ചു കളഞ്ഞിട്ട പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളെ കാരണം ദൈവം നിന്നെ അനുഗ്രഹിച്ച് ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. ഉടയാ റമന ജുഡിബി ഹദന പ്രൗഷസി അന്തർ കർത്താവിയ മകന് വിനോദമാകുന്ന സകല ദുർവ്യാപാരത്തിന്റെ പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. അതിനെ ക്യാൻസൽ ചെയ്ത് കളയുന്നു കർത്താവെ. ആ മകന്റെ ലൈഫിനകത്ത് വലിയ മിറക്കലുകൾ സംഭവിക്കട്ടെ. ഓ റബ ശംബ ലഗസ്മാനിയ വൈഡപ്രൗഷസി അധരജനഘടക ജാലവർധുനി അർത്ഥപ്രൗഷസി അന്തര ജഗൽപൗഷസി അന്തരേ ജാനകക്ഷസി അടകരകജന വൈഡിപിരികക്ഷസി അന്തൻ പ്രൗഢജാനഘടകം ജാനപ്രൗഷസി അന്തരേ ജഗൽപൗഷസി വൈഡപ്രൗഷസി അന്തന അധരഘടക ജാലകക്ഷസി. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലത് തയ്യാറായിക്കൂ കേട്ടോ. അതെ, പ്രാർത്ഥിക്കാൻ കൈകോർത്ത് പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതെ, ഭവനത്തിനകത്ത് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. ദൈവം ചിലതിനെ അതെ ശക്തമായ നിലയിൽ അതെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൈകോർത്ത് പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭവനത്തിനകത്തൊരു മിറക്കൾ സംഭവിക്കും. ചില ഐക്യതകൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉണ്ടാകണം. റാംഷ്മാനിയ അർത്ഥജാലഘടക വൈശ്യസ്മാനിയാം ധര അധരഘടക ജാനകക്ഷസി വൈഡിബി ഹദന പ്രൗഷസി ഇതിനകത്ത് ആരുമായി ബന്ധപ്പെട്ടു? ഈ കുറച്ചു നേരം കർത്താവിനെ കുവൈറ്റ് എന്നൊരു രാജ്യം എന്നെ കാണിക്കുന്നു. കുവൈറ്റുമായി ബന്ധപ്പെട്ട് റംഷ്മൻ ആരാ കുവൈറ്റുമായി ബന്ധപ്പെട്ടു? എന്റെ സിസ്റ്റർ ഉണ്ട്. റാദൽ ഖൗഷസി വൈഡിബി അധരജനഘടക ജാലവർധുനി വൈഷ്മന ദിഗൽഖമാനിയ അന്തരാം പ്രൗഷസി വൈഡിബി ഹദന ജഗൽഖനാദികക്ഷസി അധരജനഘടക ജാനകക്ഷസി ആന്തൽ ഔഡിബിദികക്ഷസി ആന്തര. ഓ ഗ്ലോറി ഗ്ലോറി. അല്ല, അങ്ങനെ ആരെങ്കിലും പോകാനായിട്ടോ അങ്ങനെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും കുവൈറ്റുമായി എന്തെങ്കിലും കണക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാഴ്ച ഇവരെ കാണിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഒരു രാജ്യത്തിന്റെ പേര് ദൈവം വെളിപ്പെടുത്തിന സ്തോത്രം. ആ കർത്താവെ, ഒരുപക്ഷെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ആ കുടുംബത്തെ, ആ വ്യക്തിയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അതിൽ ആർക്കെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തുറക്കുന്നുവെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റാംഷ്മാനിയാം ധര അദൽ കൗശസിയാം ധര. ആമേ, ഞാൻ മടങ്ങി വരാം. പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, സ്തോത്രം പലരാം നിമിത്തമുള്ള അതെ സ്തോത്രം ദൈവകൃപ. ആമേ, സ്തോത്രം പലരാം നിമിത്തം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ പ്രാർത്ഥന, അതെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുണയ്ക്കുന്ന ആ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ എന്റെ പ്രതിസന്ധിയിൽ നിന്നും വെളിവരുവാൻ ഇടയാത്തുന്നത്. അതെ സ്തോത്രം, ഈ ദിവസങ്ങളിൽ പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആമേ ചിലര് കൈകൊടുത്തേ മതിയാകും. ചില കലക്കങ്ങൾ മാറ്റിയിട്ട്, ചില വഴക്കുകൾ മാറ്റിയിട്ട്, ചില തർക്കങ്ങൾ മാറ്റിയിട്ട് പരസ്പരം കൈകൊടുത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വലിയ ദൈവകൃപ നിങ്ങളുടെ വീട്ടിനകത്ത് വ്യാപരിക്കാൻ പോകുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതേ, ചില മിനിറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. അതേ സ്തോത്രം, ഹല്ലേലൂയ. അതേ, ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി നമ്മളോട് സംസാരിപ്പാൻ അതേ പദ്ധതി ഉണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ചിലരൊക്കെ ദൈവം ഇന്ന് രാത്രി നിങ്ങൾ ആമെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളോട് ദൈവം വ്യക്തിപരമായി ഇടപെടും. റാംഷ്മന ദ്വിദിബി അധരജനഘടക ജാലപ്രൗഷസി വൈഡിബി ആന്തർകൗഷസി അധരവൈഷസി ആന്തരം ജാലവർധുനി. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കടന്നു വന്ന എല്ലാവരുടെ മേലും അസാധാരണമാകുന്ന ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടു വരെ കർത്താവെ. ചില ഡെലിവറൻസുകൾ ചിലർക്ക് ഉണ്ടാകട്ടെ. ശരീരത്തിനകത്ത് വെളിപ്പെടേണ്ട വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. രോഗത്തിൽ നിന്നും പുറത്തു വരട്ടെ. രോഗബന്ധനങ്ങൾ ശരീരത്തിൽ നിന്ന് പൊട്ടിമാറാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ മാന്ത്രിക ശക്തികളും ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. കുടുംബങ്ങൾക്ക് വിരോധമായ പൈശാചിക ആയുധങ്ങൾ വെട്ടപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് വിടുവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അതേ ചില വ്യക്തികളുടെ മേൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് വചനം കേട്ട ദൈവമക്കളുടെ മേൽ ആ വിടുവിക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. റാം ദുരിബികജന ബൗഷരം ധന റംഷ്മാനിയാം ധര വൈഡപ്രവാതുര അസ്തൽ കൗഡിബി ഹദന ഘടക ജുഡിബി ഹദന പ്രപതനയ അധരജാന ഘടക ധുരിബി ഹദന പ്രപതനയ. വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശരീരങ്ങൾ രോഗത്തിന് സ്വതന്ത്രമാകട്ടെ. അത് രോഗികൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചല്ലോ. അത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം നടക്കട്ടെ. അതെ, ഇന്ന് രാത്രി രോഗമുള്ളവർ ആമേ നിങ്ങളുടെ ശരീരങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈകളൊന്ന് വെച്ചു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ശക്തമായ ഒരു ഹീലിംഗ്
ഇന്ന് രാത്രി നടക്കുകയാ. രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി ശരീരങ്ങളെ വിട്ട് അഴിഞ്ഞു മാറത്തക്ക തരത്തിൽ ഒരാത്മശക്തി ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ പോകുകയാ. ഓ റപപപപപ റിഖമന ഹദുരിബിദിബിദിബി അടബലബല ബൗഷം ധരാ 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 ററ്റസ്മാനിയാം ധര പ്രവാന ഹസ്തരാ ജുഡിബി. മാന്ത്രിക കെട്ടുകൾ, പൈശാചിക വ്യാപാരങ്ങൾ, രോഗത്തിന് ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് പൊട്ടുവാൻ ഞാൻ കൽപ്പിക്കുന്നു. Come out in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. ശരീരങ്ങളിൽ നിന്നും രോഗക്കെട്ടുകൾ അഴിയട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. രോഗമിട്ട് അലട്ടുന്ന സകല രോഗാത്മാവും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. ബൈ ദ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ദൈവാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ രോഗങ്ങൾ പൊട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ. മൈഗ്രെയിനുകൾ, ഹെഡേക്സുകൾ, ബാക്ക് പെയിനുകൾ, അതെ ആമേ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ ഹീലാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ രോഗത്തിന് ആത്മാക്കളും ശരീരങ്ങളിൽ പുറത്തു വരാൻ കൽപ്പിക്കുന്നു. Come out in Jesus' mighty name. Come out now. Come out now. Come out now. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ രോഗക്കെട്ടുകൾ അടിയട്ടെ. ഓ ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ. ശരീരത്തിലേക്ക് ദൈവത്തിന്റെ തീ വെളിപ്പെടട്ടെ, തീ വെളിപ്പെടട്ടെ, തീ വെളിപ്പെടട്ടെ. റബല ബല 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 അടബലവും തിരികട്ടക ജാലവധുരി അന്തൻ പ്രൗഷസി അടകപ്രഭം തുരി ഹർത്തജാനഘടക വൈഡപ്രമാണഘടകം ജാനതല ഗജനഘടക ജുഡിപികതന ഘടകം. രോഗത്തിന് ആത്മാക്കൾ ശരീരങ്ങളെ വിട്ട് അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ, അഴിയപ്പെടട്ടെ, അഴിയപ്പെടട്ടെ. പിശാചിന്റെ സകല പദ്ധതികളെ ഇന്ന് രാത്രി പൊട്ടട്ടെ. കുടുംബങ്ങളിൽ നിന്നും അടിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാ യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. ഓറാം ദല ജനതി ഹക്ഷസ്മാനിയാം ധര വൈഡപ്രബന്ധന ജാനവർധുനി വൈഷസ്മാനിയാം ധര അതരഘടക ജാനഘടക വൈഡപ്രൗഷസിയാം ധര അർത്ഥജാന. ചില ബാരിയേഴ്സുകൾ ഇത് രാത്രി മാറാൻ പോകുകയാണ്. തടസ്സങ്ങൾ, തടസ്സങ്ങൾ, എന്ത് ചെയ്താലും ബ്ലോക്കുകൾ, എന്ത് ചെയ്താലും തടസ്സങ്ങൾ. മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, അതെ മുമ്പോട്ട് ചലിക്കാൻ കഴിയുന്നില്ല. അതെ ആ തടസ്സങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ആത്മാവ് അതെ തുടച്ചു മാറ്റുകയാണ്. ചില ലൈഫിൽ നിന്നും തുടച്ചു മാറ്റുകയാണ്. തടസ്സങ്ങൾ തുടച്ചു മാറ്റുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില തടസ്സങ്ങൾ മാറട്ടെ. ഇപ്പോ ചില തടസ്സങ്ങൾ മാറട്ടെ. മുമ്പോട്ട് പോകാൻ കഴിയാത്ത ചില തടസ്സങ്ങൾ ചെങ്കടൽ പിളർന്നു മാറുന്നത് പോലെ ജീവിതങ്ങൾ അത് പിളർന്നു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഒരു വലിയ ഫ്രീഡം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഊഡാമന ധിരീമന ജുഡീമന ധരാമനാദി അസ്തജാന വൈഡജാന റന്ദന ജഗാനഘടക അതരജനഘടകം ജഗത്തുനി വൈഷപ്രബന്ധുനി ഹർമനാദികക്ഷസി. ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. അതേ ചില ആന്തരിക മുറിവുകൾ സൗഖ്യമാകട്ടെ. ശരീരത്തിനേറ്റ മുറിവുകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അതേ കുടുംബത്തിനേറ്റ മുറിവുകൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതകരമായി സ്വാതന്ത്ര്യം വെളിപ്പെട്ട് വരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ശുശ്രൂഷയിലുള്ള മുറിവുകൾ ഇപ്പോൾ തന്നെ ഹീലാകട്ടെ. മിനിസ്ട്രിക്കകത്തുള്ള ചില അതേ പ്രതിസന്ധികൾ, വഴിയടഞ്ഞു കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി വഴികൾ ഓപ്പണായി വരികയാണ്. വഴികൾ തുറന്നു വരികയാണ്. വഴികൾ ഓപ്പണായി വരികയാ. വഴികൾ ഓപ്പണായി വരികയാ. യേശുവിന്റെ നാമത്തിൽ ഓപ്പണായി വരികയാ. വഴികൾ ഓപ്പണായി വരികയാ. യേശുവിന്റെ നാമത്തിൽ വഴികൾ ഓപ്പണായി വരികയാ. കർത്താവിന് ചിലർക്ക് വേണ്ടി ഡോറുകൾ തുറക്കുകയാണ്. ഡോറുകൾ തുറക്കുകയാണ്. തടഞ്ഞു കിടക്കുന്ന എല്ലാം ഇന്ന് രാത്രി ചില ഡോറുകൾ ഓപ്പണായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതുവഴികൾ, പുതിയ വാതിലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. അർമന ജുഡിബി ഹതന പ്രൗഷസി അന്തരെ ജാനകക്ഷസി വൈഡി പ്രബന്ധന അരാം ദുരഘടക ജഗൽഖരാദിഘടകം ജാനകം ധര വൗഷസി വൈഡിബി ഹത്തുൽ കൗഷസിയ. ആമേ അർത്ഥപ്രൗഷ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവം ശക്തമായി തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അർത്ഥപ്രൗഷസി ജാനഘടക രഗതുരി അന്തരം ജഗൽ കൗഷസി വൈഡപ്രൗഷസിയാം ധര അതരഘടക രഗതുരി വൈഷസ്മാനിയാം ധര. ചില സ്ട്രഗിളിങ്ങുകളെ ദൈവം പരിഹരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് സ്ട്രഗിളിങ്ങുകൾ ദൈവം പരിഹരിക്കുകയാണ്. ചില സ്ട്രഗിളിങ്ങുകൾ ദൈവം പരിഹരിക്കുകയാണ്. ഓ റബ ശംദന അർത്തൽ കൗഷസി അന്തൽ കൗഷസി അന്തന. ആ ക്രിസ്ത്യൻ ആ ഐഡിന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ആ സഹോദരി, ഇന്ന് രാത്രി ദൈവം നിന്നെ ശക്തമായി തൊടുകയാണ്. ശക്തമായി ദൈവം നിന്നെ തൊടുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആ മകളുടെ മേൽ ശക്തമായ ഒരു ദൈവിക സ്പർശനം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശക്തമായൊരു സ്പർശനം മോളെ ഇപ്പോൾ ദൈവത്തിന് ശക്തമായി തൊടുകയാ. ആ സഹോദരിയെ കർത്താവ് ശക്തമായി തൊടുകയാണ്. റാദൽ മൗഷസി അദർഗമനഘടകസിയ ഹാംദർ കൗഷസിയാം ധര ജാനപ്രൗഷസിയാം ധൽ വൈഡിബിനികക്ഷസിയാം ധര. കർത്താവിന്റെ കരം ആ മകളുടെ മേൽ ഇറങ്ങി വരുന്നു.
നിന്റെ തലമേൽ ദൈവത്തിന്റെ കരമെന്ന് ഇറങ്ങി വരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആ മകളുടെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരട്ടെ. ശക്തമായ ദൈവകരം ഇറങ്ങി വരട്ടെ. ശക്തമായ ദൈവകരം ഇറങ്ങി വരട്ടെ. ഇപ്പോൾ 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 റൈറ്റ് നൗ റൈറ്റ് നൗ റൈറ്റ് നൗ ഒരാത്മശക്തി അവിടെ മേൽ വെളിപ്പെടട്ടെ. ഒരാത്മശക്തി അവിടെ മേൽ വെളിപ്പെടട്ടെ. ഒരാത്മശക്തി അവിടെ വെളിപ്പെടട്ടെ. അതെ, അവളെ അലട്ടുന്ന സകല അന്യായമായ സകല സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യുന്നു. അതിനെ ക്യാൻസൽ ചെയ്യുന്ന കർത്താവേ, ആ മകളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഉടയ റമന ജുഡിബി ഹതന വൈശസിയാം ധന അർത്ഥല വനാദി ഘടക ജാനപ്രൗഷസിയാം ധന അതരജന ഘടക ജാനവർദ്ധന. കർത്താവെ, കുഞ്ഞിന്റെ മേൽ ഭയങ്കര ദൈവകൃപ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഴത്തിലുള്ള ദൈവകൃപ ചലിക്കട്ടെ. ആഴത്തിലുള്ള ദൈവകൃപ ചലിക്കട്ടെ. അടബലബല ഔഡിബിഗതന ഘടക ജഗൽഖരാധന ഘടക വൈഡിബിധി ഘടക ജാനപ്രൗഷസി അന്തര ജഗൽഖനാദി ഘടക അർത്ഥൽ കൗശസി ജാനഘടക വൈഡിബിധി ഘടക സതുരി ജാനകക്ഷസിയ ആന്തർ കൗശസി ജാനകക്ഷസി വൈഡിബി ഹന്തർ കൗശസിയ. ഈ ഡൊല്ലിംഗ് പ്ലേസ് എന്ന് പറയുന്ന ആ ഐഡിക്കകത്തേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ആ ഐഡിക്കകത്തേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പുതിയ നിയോഗങ്ങളുടെ കൈമാറ്റങ്ങൾ, പുതിയ തലങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ദൈവത്തിന് ആത്മാവ് തുറക്കുകയാണ്. റാദൽ കൗശസി അന്തര പ്രവചനയ അടകരകജന ഹദൽ കൗശസി അന്തൽ പ്രൗഷസിയ. പുതിയ ഡോറുകൾ, പുതിയ വാതിലുകളെ അതെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഓപ്പൺ ചെയ്യുന്നു. റഖാമാനിയ അതര പ്രവതുനി ഹതന ജുഡിബി ഹതന അടകരകജന ഹദൽ കൗശി. അടഞ്ഞുപോയ ജലത ഇന്ന് രാത്രി ദൈവത്തിന് ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. അടഞ്ഞുപോയ ഡോറുകൾ ഇന്ന് രാത്രി തുറക്കുകയാണ്. റിഖാമാനി അന്ധര ജഗൽ കൗശസിയ. ഈ ഓടാമ്പലിട്ട് അടച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ദൈവനെ കാണിക്കുന്നു. ആ ഐഡിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ഓടാമ്പലിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന അതെ ഈ ഇവിടെ നാട്ടിലേക്ക് ഈ കടയുണ്ട്. കട ഇങ്ങനെ ഓടാമ്പലിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പോലെ, അല്ലെ ഈ അങ്ങനത്തെ ഒരു ലോക്ക് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആ പൂട്ട് തല്ലിപ്പൊളിച്ചിട്ട് ദൈവം അതിനെ തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് ഫൈനാൻഷ്യൽ ഏരിയയുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ റിലീസിംഗ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു വലിയ വാതിൽ തുറക്കുന്നതിനായി സ്തോത്രം. റഖമാന ലീലാമ ആ ഐഡിക്കകത്തേക്ക് ഒരാത്മശക്തി വ്യാപരിക്കട്ടെ. ശരീരത്തിനകത്തേക്ക്, ആ കുടുംബത്തിനകത്തേക്ക് വലിയൊരു അത്ഭുതം നടക്കുകയാണ്. യേശുവിന്റെ നാമത്തെ കുടുംബത്തിനകത്തേക്ക്, തലമുറകളിലേക്ക് ഒരു അത്ഭുതം നടക്കുകയാണ്. പലതിന്റെ വട്ടം കറക്കുന്ന പലതിനെയും ഒതുക്കി വെച്ചിരിക്കുന്ന കെട്ട് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് കളയുന്നു. ഉടിബിരി ഘടക ജഗൽക്കര ദിഗൽക്കമന വൈഡിബിരികച്ചസി അന്തൽ പ്രവാന ജാനവക്ഷസി അന്തൽ അർത്ഥപ്രൗഷസിയ. ഈ അർത്ഥപ്രൗഷസി അതര ജുഡിബി ഹതന അതരജന ഘടക സതുരി ജാനകക്ഷസി. യേശുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് ഇന്ന് രാത്രി ആ കുടുംബത്തിനകത്ത് സംഭവിക്കുകയാണ്. ഹരേ റഖാമാന ധിരിബി അതര ജുഡിബി ഹതന പ്രവദനയ അതര ജുഡിബി ഹന്നയിലേക്ക് ഒരു ദൈവപ്രവൃത്തി. ഹന്ന ഷിജോ എന്ന് പറഞ്ഞ ഐഡിക്കകത്തേക്ക്, ആ ഐഡിക്കകത്തേക്ക് ഒരു ഹന്ന എന്ന് പറയുന്ന ഐഡിക്കകത്തേക്ക് റഖാമാനിയാംധര അതരജന ദിഗൽഖമന വൈഡിബി ഹക്ഷസ്മാനിയാംധരെ. ഇപ്പോൾ ഒരു ദൈവിക കരം നിങ്ങളുടെ മേൽ ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഹന്ന എന്ന് പറയുന്ന ഐഡിക്കകത്തേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ചില കറക്കലുകൾ റാബാഷിഖിമിനി അതരകട ചില ഡിലേകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ബ്രേക്ക് ചെയ്ത് കളയുകയാണ്. ഓ റിബിദിബിദിബി ഹതനഘടക ജഗൽക്കന ദിഗക്ഷസിയാംധന വൈഡിബി ഹന്തർ പ്രൗഷസി ജാനകക്ഷസിയ. ചില പ്രതിസന്ധികൾ നിങ്ങളെ വിട്ട് വഴിമാറുന്നു. യെസ്, യേശുവിന്റെ നാമത്തില് റീബാന ഹക്ഷസ്മാനി ആന്തര പ്രൗഷസി അതരം ജുഡിബി ഹതന റമന ജുഡിബി ഹതന വൈഡിബി ഹതന ഘടക ജനാധര ഘടക ജഗൽ ഖനാദികക്ഷസി. യേശുവിന്റെ നാമത്തില് അത് ഒരു അത്ഭുതകരമായ വിടുതല കുടുംബത്തിനകത്ത് നടക്കുകയാ. ഒരു അത്ഭുതകരമായ വിടുതല കുടുംബത്തിൽ നടക്കുകയാ. പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ നടക്കാത്ത ചില വിഷയങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ കരം ചലിച്ചിറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ വെളിപ്പെട്ട് വരുന്നു. നിന്റെ സ്വസ്ഥത ഇല്ലാതാക്കി കളയാൻ, നിന്റെ സമാധാനത്തെ ഇല്ലാതാക്കി കളയാൻ പോരാടുന്നതിന് അന്യായ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വെടികളയുകയാണ്. ഒരു ഭയങ്കര വിടുതൽ ആ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റാധൽ കൗശസി അതരജനഘടകസിയാംധര വൈഷ്മറാനിയാംധരെ അർത്ഥപ്രൗഷസിയാംധര ജാലവർദ്ധി. കർത്താവെ റിഖബാല ഹംദര ജനാദി വൈശ്യസിയാംധര വൈഡിബി അർത്ഥൽ കൗശ. റൊണാൾഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റൊണാൾഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റൊണാൾഡിന്റെ മേൽ കർത്താവെ ഒരു വലിയ ഡെലിവറൻസ് ഇപ്പോൾ സംഭവിക്കട്ടെ. ഐഡിക്കകത്ത്
ശ്രദ്ധിക്കുന്ന ബ്രദറിന്റെ മേൽ കർത്താവെ, ആ ഐഡിക്ക് റൊണാൾഡ് എന്ന് പറയുന്ന ഐഡിക്ക് ശ്രദ്ധിക്കുന്ന ആ വ്യക്തിയുടെ മേൽ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി യേശുവൻ നാം സംഭവിക്കട്ടെ. കർത്താവ് എവിടുന്ന് വാച്ച് ചെയ്താലും കർത്താവിനെ തൊടണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇന്ന് ഇതിനകത്ത് കടന്നു വന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ന കെ ജെക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സഹോദരിയും ആന്റി ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവെ. ഓ റബ ഹദലഘടകസിയ. വാക്തത്വങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ ആന്റി, വാക്തത്വങ്ങൾ തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല. പല മരണങ്ങൾ മാറി മാറി പോയതാണ്. ഓ റബഷ, മരണം പിടിക്കേണ്ടതാണ്, എന്നാൽ ദൈവം ജീവനോടെ വെച്ചിരിക്കുകയാണ്. ആയുസിനെ തന്ന് ജീവനോടെ വെച്ചിരിക്കുക. പലതും കണ്ണും ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. പല നന്മകളും ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. റഖാമാനിയ അധരാ ജഗൽ ഗൗഷസി വൈഡിബി ആന്തർ ഗൗഷസി ജാനഘടക സതുരി വൈഷസ്മാനി അന്ധര. അതേ, ഒരു പുതിയ ജീവൻ ശരീരത്തിനകത്തോട്ട് വ്യാപരിച്ച് ഒരു അത്ഭുത സൗഖ്യം ആ ശരീരത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. ശാരീരികമായി ക്ഷീണിപ്പിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ബി ഹീൽഡ് ഇൻ ജീസസ് മൈറ്റി നെയിം. ഒരു അത്ഭുത രോഗശാന്തി ആ ശരീരത്തിനകത്തോട്ട് ഇറങ്ങുകയാണ്. ആന്റി ആരാധനികരത്തില്ല, പക്ഷെ ആന്റിയുടെ വാക്തത്വം കാണാൻ ആന്റിയെ നിർത്തിയിരിക്കുന്നു. ദൈവാത്മാവിനോട് പറയുന്നു, വാക്തത്വം കാണാൻ നിർത്തിയിരിക്കുക. മാമെ ഭൂമിയിൽ നിന്ന് മാറിപ്പോകേണ്ടതാണ്, എന്നാൽ ദൈവം ആയുസിനെ നീട്ടിത്തന്ന് നിർത്തിയിരിക്കുകയാ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരു റെസ്റ്റോറേഷൻ ശരീരത്തിനകത്ത് സംഭവിച്ചിരിക്കുകയാണ്. ഓ, ഒരു ദൈവിക വിടുതൽ സംഭവിക്കുകയാണ്. ഓ റാബ ഹസി മനാദിയ അധരജനഘടക സതുരി വൈഷസ്മാനി. കർത്താവേ, ഇപ്പോ ഇതിനകത്തുള്ള കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ ആമേൻ. ജെഫ്രിൻ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോ റാബ ശംദര ജഗൽകമന വൈഡപ്രൗഷസിയ. ദൈവം നിന്നെ ഒരു ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ദൈവം നിന്നെ ഒരു ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. റാദൽ മൗത്ത്, നിന്റെ റൺവേയിലുള്ള ഓട്ടം കഴിഞ്ഞിട്ട് നിന്നെ ആമേ ദൈവം ഒന്ന് ഉയരത്തിലേക്ക് പറപ്പിക്കാൻ പോവുകയാണ്. അർത്ഥമന താഴ്വരയിലുള്ള ഓട്ടം മതി, ദൈവം നിന്നെ ഉയരത്തിലേക്ക് മാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. അരാമന സതുരി ജാനഘടക വൈഡിപിരികക്ഷസിയ. നിന്നെ താഴ്ത്തിക്കളയാൻ ശത്രു നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ അതേ നിന്നെ ഉയർത്തുന്ന ദൈവകരം നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഉടയാ റമന സതുരി ജാനഘടക വൈഡിപിരികക്ഷസിയാന്തൽ. അർത്ഥൽ നിന്റെ നാശം കാണുവാൻ, നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ പരാജയം കാണാൻ നോക്കി നിൽക്കുന്നവർ നടുവിൽ അതേ ദൈവത്തിനെ മാനിച്ചുയർത്താൻ പോവുകയാണ്. അർത്ഥമനഘടക ജഗൽ കൗശസ്യം. 2 മറുപടികൾ നിനക്ക് ലഭിക്കും. 2 വിഷയങ്ങൾക്കൊക്കെ നിനക്ക് വിടുതലുണ്ട്. അത് പ്രധാനപ്പെട്ട 2 വിഷയമാണ്. ആ 2 വിഷയത്തിൽ നിന്റെ ലൈഫിനകത്ത് വേഗത്തിൽ ചില നീക്കുപോക്കുകൾ സംഭവിക്കും. അത് നിന്റെ ജീവിതമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 വിടുതലുകളാണ്. അത് നിന്റെ ലൈഫിൽ ഒന്ന് വേഗത്തിൽ നടക്കും, ഒന്ന് ചില നാളുകൾ കഴിയുമ്പോൾ അതെ അധികം താമസിയാതെ നടക്കും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് എന്റെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രംഗത്ത് കടന്നു വന്ന ഓരോ വ്യക്തികളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവ് നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ വചനം പോകരുത്. അവൻ വിടുവിക്കും, അവൻ വിടുവിച്ചു, അവൻ വിടുവിക്കും, അവൻ മേലാലും വിടുവിക്കും. ദൈവാശ്രയത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ തുടർന്നാട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് കർത്താവിന്റെ ദാസൻ ക്രിസ്ത്യൻ തോമസിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.